അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചർച്ചയിൽ പങ്കാളിയാവുന്നത് രണ്ട് ഉസ്താദുമാരാണ്. നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, അബ്ദുൽ റഊഫ് അൽ ഹിക്കമി. ഈ രണ്ട് ഉസ്താദുമാരും തറാവിനെ കുറിച്ചും വിത്റിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്ന ക്ലാസ്സുകളാണ്. സുന്നത്തിൻ്റെ തൊക്കിയൊക്കെട്ട ഈ മൗലവിമാർ കേട്ടാൽ സുന്നികളാണെന്ന് തോന്നിപ്പോവും. അത്തരം പ്രസംഗങ്ങളും വയലുകളൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോൾ സോഷ്യൽ മീഡിയകളിലും നാടുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മകളിലും എല്ലാം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് രാത്രി നിസ്കാരം, അതായത് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. അതിൽ ഈ അടുത്തൊരു വീഡിയോ കാണാനിടയായി. ബോധപൂർവമാണ് യഥാർത്ഥത്തിൽ 8, 3, 11 മറച്ചു വെച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, കേട്ടില്ലേ? 8, 3, 11 എന്ന യഥാർത്ഥ്യം നമ്മൾ മറച്ചു വെച്ചതാണ് എന്നാണ് മൗലവിയുടെ ആരോപണം. അതിരിക്കട്ടെ, അതിനു മുമ്പ് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ഈ 8, 3? എന്താണ് ഈ 8? എന്താണ് 3? അതൊന്ന് വേർതിരിച്ച് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. തറാവി എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ല, തഹജ്ജുദ് എന്നുള്ളതും ഇല്ല, വിത്ർ എന്നുള്ളതും ഇല്ല. എല്ലാം ഒന്ന് തന്നെയാണ്, ഖിയാമുൽ ലൈലാണ്. എന്നാൽ അതിൻ്റെ റക്കായത്തിനെ കുറിച്ച് നിങ്ങൾ എല്ലാ ഹദീസ് ഓതിയിട്ടും വ്യത്യസ്ത റക്കാത്തുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത നമ്പറുകളുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാത്രം തറാവീൻ്റെ സ്ഥലത്തേക്ക് വരുമ്പം 8, 3 എന്ന കണക്ക് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഒന്ന് ഈ 8, 3 കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ജനങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, മോമിനികളെ, നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോയിലെ കഷ്ണമാക്കി ഇടാനല്ല വിചാരിച്ചത്. ഈ വീഡിയോയെ ഒന്നായിട്ട് ഒരു കഷ്ണം പോലും വിടാതെ പരമാവധി മുഴുവൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും അവിടെ മുറിച്ച് ഇവിടെ മുറിച്ചെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുറിക്കേണ്ട ഒരു ആവശ്യമില്ല. മുറിക്കേണ്ട ആവശ്യം വരുന്നത് ആ ഏതെങ്കിലും വൈരുദ്ധ്യങ്ങൾ കണ്ടാൽ അവിടെ നമുക്കത് തിരുത്താനും അതെന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും മാത്രമാണ് നമ്മൾ മുറിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് കൊണ്ട് ഈ വീഡിയോയെ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സ്പീഡിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ മേലെ സെറ്റിങ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ സ്പീഡ് എന്ന് പറഞ്ഞിട്ട്. ആ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടും ബാക്കോട്ടാണെങ്കിൽ വളരെ സ്ലോയിൽ കാണണമെങ്കിൽ വളരെ സ്ലോ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോൾ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താണ് പറയുന്നത് മനസ്സിലാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ എന്നത് ഹക്കാണ്, ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും. ഫമൻ അഹബ്ബ അൻ യൂതിറ ബിഖംസിൻ ഫൽയഫഅൽ വമൻ അഹബ്ബ അൻ യൂതിറ ബിസലാസിൻ ഫൽയഫഅൽ വമൻ അഹബ്ബ അൻ യൂതിറ ബിവാഹിദത്തിൻ ഫൽയഫഅൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 റക്അത്ത് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ, 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ, ഇനി 1 റക്അത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അൻ യൂതിറ ബിവാഹിദത്തിൻ ഫൽയഫഅൽ, 1 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കട്ടെ. കാരണം അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെ മേലും അത് ഹക്കാകുന്നു. അപ്പോൾ എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഓരോ മുസ്ലിമിൻ്റെ പേരിലും ഹക്കാകുന്നു എന്ന് പറഞ്ഞ ആ വിത്റിൻ്റെ എണ്ണവും നിങ്ങൾ കേട്ടു. 1, 3, 5 നിസ്കരിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കി ബാക്കിലൊക്കെ പറയുന്നുണ്ട് 7, 13 ആവാന്നൊക്കെ പറയുന്നുണ്ട്. ഏതിരുന്നാലും ഇരിക്കട്ടെ. അപ്പം ഓരോ മുസ്ലിമിൻ്റെ പേരിലും ഹക്കായ ഈ വിത്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹദീസല്ല, ഇനി ഒരുപാട് ഹദീസുകൾ ഇനി ഓതാൻ ബാക്കിയിരിക്കുന്നുണ്ട്. പല റിവായത്തുകളിലും അവിടെയും ഇവിടെയും ഒക്കെ വന്ന പല പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഇമാമുകളുടെ ഹദീസ് എടുത്തിട്ടാണ് ഇതിന് ഈ വിത്റിന് തെളിവ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു വീഡിയോ ആണ് സത്യത്തിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. അത് വിത്ർ, തഹജ്ജുദ്, തറാവീഹ്, ഖിയാമുൽ ലൈൽ, ഈ 4 നിസ്കാരങ്ങളും ഒരേ നിസ്കാരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓതുന്ന ഹദീസുകളാണ്. അതിൽ ഖുർആൻ ഓതുന്നുണ്ട്, തഹജ്ജുദിന് വേണ്ടിയിട്ട് ഖുർആനൊക്കെ ഓതുന്നുണ്ട്. അപ്പോൾ നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിത്ർ തന്നെയാണ് തറാവി എന്നുണ്ടെങ്കിൽ, ഞാൻ അപ്പോൾ നേരത്തെ മുമ്പ് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ഇവർ 8, 3 എന്ന കണക്ക് അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പം ഇതിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സിലാവില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യാ അഹ്ലൽ ഖുർആൻ ഔതിറു ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. ഓ ഖുർആനിന്റെ ആളുകളെ, നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ, കാരണം അല്ലാഹു വിത്റാണ്, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വിത്ർ നമസ്കരിക്കുവാനും രാത്രി നമസ്കാരത്തെ ഒറ്റയാക്കി അവസാനിപ്പിക്കുവാനും ഖുർആനിന്റെ അഹ്ലുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ മൗലവി പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ രാത്രി നിസ്കാരം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഉദാഹരണം വിത്ർ തന്നെ എടുക്കാം. വിത്ർ തന്നെയാണെങ്കിൽ വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം 2 നിസ്കരിക്കും, പിന്നെ 1 നിസ്കരിക്കും, ഒറ്റയിൽ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് 5 നിസ്കരിക്കും, പിന്നെ 4 നിസ്കരിക്കും, പിന്നെ ഒറ്റയിൽ അവസാനിക്കും. ഇനിയിപ്പം 9 നിസ്കരിക്കുന്നവർ 8 നിസ്കരിക്കും, ഒറ്റയിൽ അവസാനിപ്പിക്കും. 11 നിസ്കരിക്കുന്നവർ 10 നിസ്കരിക്കും, ഒറ്റയിൽ അവസാനിക്കും. അതാണ് വിത്റിൻ്റെ രീതി. അതിപ്പോൾ ഇയാൾ തന്നെ പല ഹദീസുകളിലും വിശദീകരിച്ചുകൊണ്ട് വിശദമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് വേറെ നിസ്കാരങ്ങൾ, ഖിയാമുൽ രാത്രി നമസ്കാരങ്ങളിലുള്ളത് ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ നിസ്കരിക്കും. ഈ വിത്ർ നിസ്കരിച്ചവർ തന്നെ വിത്ർ ഇപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാണ് നിർത്തി വെച്ചിട്ട്, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ച് നിർത്തി വെച്ചിട്ട് ഈ പറഞ്ഞ എണ്ണങ്ങൾ ഒറ്റയാക്കാതെ നമ്മൾ തൽക്കാലം ഒരു 10 നിസ്കരിച്ചിട്ട് നിർത്തി വെച്ചിട്ട് തഹജ്ജുദിന് എണീറ്റിട്ട്
നമ്മൾ രണ്ടാമത് ഉളുവൊക്കെ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് അതങ്ങനെ 2 റക്അത്താക്കി നിസ്കരിച്ചിട്ട് പിന്നെ ആ വിത്രനെ ഒറ്റയാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ നിസ്കരിക്കാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 2 റക്അത്തും പിന്നെ 1 റക്അത്തുമായിട്ട് വിത്രായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാം. അത് കഴിഞ്ഞിട്ട് റമദാനിലാകുമ്പം ഇപ്പോൾ മിക്കവാറും എല്ലാ പള്ളികളിലും നമ്മൾ കണ്ടുവരുന്നതാണ് 20 റക്അത്തും പിന്നെ 3 റക്അത്തും. അതായത് 3 റക്അത്ത് നമ്മൾ വിത്രായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കണം, വിത്തർ സെപ്പറേറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ വേണ്ട മുജാഹിദ് പള്ളിയിൽ നോക്കാം, ഇപ്പോൾ ഇവർ പറയുന്ന കണക്കുണ്ടല്ലോ ഈ 8, 3 എന്നുള്ളത്, വിത്തറിനെ സെപ്പറേറ്റ് ആക്കിയിട്ട്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, എന്താണ് ഈ 3, 8, 3ൻ്റെ കണക്ക്. വിത്തറും തറാവിയും തഹജ്ജുദൊക്കെ ഒന്നാണെങ്കിലും ഇവിടെ ഈ കണക്കിൻ്റെ ഒരു ആവശ്യമില്ല, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ഇത് വിശദമായിട്ട് പറഞ്ഞില്ല, ഓരോ ഹദീസുകളും വിശദീകരിക്കുമ്പോൾ അതിൻ്റെ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണ് ജനങ്ങൾക്ക് സത്യം, എന്താണ് ഈ മൗലവിമാർ പഠിപ്പിക്കുന്നത്, ഇവരെന്താണ് ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാകാം. എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഖിയാമുൽ ലൈൽ എന്ന ഒറ്റ നിസ്കാരമേ ഉള്ളൂ, ബാക്കിയുള്ള ഒന്നും എന്തല്ല വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സമയങ്ങളിൽ നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് പേരിട്ടതാണെന്ന് പറഞ്ഞു. ആരാ ഈ പേരിടാൻ പോയത്? അതാരും ഇവിടെ വ്യക്തമാകുന്നില്ല കേട്ടോ. ആരാണ്, എന്തിനാണ് ഈ പേരിട്ടത്, എന്തുകൊണ്ടാണ് ഈ പേരിട്ടിട്ട് അതിനെ വ്യത്യാസ്തമാക്കിയത്? ഈ ഒറ്റ പേരിൽ തന്നെ പോരായിരുന്നോ, ഖിയാമുൽ ലൈൽ എന്നുള്ള പേര് തന്നെ പോരായിരുന്നോ എന്നുള്ള ചർച്ചയൊക്കെ വേറെയാണ്. അപ്പം അതിരിക്കട്ടെ, അതിനൊക്കെ വെവ്വേറെ ഹദീസും ഉണ്ട് കേട്ടോ. ഇതിന് ആകെ പറയുന്നത് പേരിട്ടതാണ്. അത് വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ പേര് വന്നതാണ്. അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഈ തറാവി എന്നുള്ള നിസ്കാരം ഇല്ല എന്നും അത് 8 റക്അത്ത് 3 റക്അത്ത് എന്നുള്ള കണക്കൊക്കെ തെറ്റാണെന്നൊക്കെ അറിയിക്കണമല്ലോ, മനസ്സിലാക്കി കൊടുക്കണം. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ഇവർ 20 റക്അത്ത് നിസ്കരിച്ച് പോകും. പണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന അന്ന് അവരുടെ പുസ്തകങ്ങളിലും അമലിയാത്തിലും കുട്ടികൾക്ക് പഠിപ്പിച്ചതും 20 റക്അത്തും 3 റക്അത്തും വിത്രും എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നമ്പറുകളാണ്. പിന്നീട് അവർക്ക് പുരോഗമിച്ച് അവർ സ്വന്തമായിട്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി, ഹദീസുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ. കാരണം ഇവർക്ക് പ്രയാസമായിട്ട്, എന്തിനാണെന്നറിയില്ല, പ്രയാസമായിട്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുമ്പുള്ള ആൾക്കാരൊക്കെ നിസ്കരിച്ചു പോകുന്നത് 20ഉം 3ഉം ആണെങ്കിൽ പിന്നെ ഈ 8നെയും 3നെയും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹദീസും തേടി നടന്ന ഇവരിപ്പം ഹദീസ് തേടി നടന്ന് കിട്ടിയെന്ന് മാത്രമല്ല, അത് കിട്ടി നോക്കുമ്പോൾ ആ കുടുങ്ങിയിരിക്കുക. അതിന് വേറെ പല കാരണങ്ങളുണ്ട്, അത് പിന്നീട് വരുന്നുണ്ട്. കാരണം ഇത് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ പിന്നെ തെളിവ്, എന്താണ് 8ഉം 3ഉം, എന്താണ് 8ഉം 3ഉം. അപ്പോൾ അവർക്ക് കിട്ടിയത് 8ഉം 3ഉം ആയിഷ റളിയല്ലാഹുവിൻ്റെ പിന്നെ 11ൽ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിച്ചിട്ടില്ല, തറാവിയാണോ വിത്റാണോ തഹജ്ജുദാണോ എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന ഒരു വാക്കാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്തായി, ഇവർ ആ കുടുങ്ങിപ്പോയി. 20 തിരിച്ചു പോകാനും വയ്യ, 8 മേലിട്ട് നിൽക്കാനും വയ്യ. എങ്ങനെ 20 തിരിച്ചു പോകാനും വയ്യ, 8 മേൽ നിൽക്കാനും വയ്യ? കാരണം 8ന് കറക്റ്റായിട്ടൊരു ഹദീസ് അല്ലല്ലോ അത് 11 എന്നുള്ളതാണ് എണ്ണം. അപ്പോൾ ഈ 11 എങ്ങനെ വരുന്നത്? അപ്പോഴാണ് ഇവർ ഒരു ഐഡിയ കണ്ടത്, എങ്ങനെയെങ്കിലും ഈ തഹജ്ജുദും വിത്റും തറാവിയും ഒന്നാണെന്ന് ജനങ്ങളെ എങ്ങനെയും പഠിപ്പിക്കണം. അതിന് മെനക്കെട്ട് ഒരു പരുവത്തിലാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. രാത്രി നമസ്കാരം അതിൻ്റെ വ്യത്യസ്ത പേരുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പേരുകളിലുള്ള വ്യത്യാസം കൊണ്ട് ഇതെല്ലാം വേറെ നമസ്കാരമാണോ എന്ന് സംശയിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അതെ, പേരുകളുടെ വ്യത്യാസം കൊണ്ടാണ് ആൾക്കാർ സംശയിക്കുന്നത്, അല്ലാതെ നിങ്ങൾ സംശയം ഉണ്ടാക്കിയിട്ടല്ല, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കിയിട്ടല്ല. പണ്ട് മുതലേ നമ്മളൊക്കെ കേട്ട് വരുന്നതാണ് തഹജ്ജുദ് വേറെ നിസ്കരിക്കുന്നതും വിത്ർ വേറെ നിസ്കരിക്കുന്നതും തറാവി വേറെ നിസ്കരിക്കുന്നതും. നിങ്ങൾ വന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ തറാവീന് ഹദീസൊന്നും കിട്ടാത്തതുകൊണ്ട് വിത്റിൻ്റെ ഹദീസും പിടിച്ചിട്ട് എല്ലാം വിത്റാണെന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാ നിസ്കാരവും ഒന്നായി. അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ വെവ്വേറെ ഹദീസും. എന്നാൽ ഇപ്പോൾ ഇവർ വേറെ കാര്യം കേൾക്കണം, നിങ്ങൾ ഈ ഓതുന്ന ഹദീസുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും ഈ നിസ്കാരമൊക്കെ വെവ്വേറെ നിസ്കാരമാണെന്ന്. നിങ്ങൾ പേരുകൊണ്ട് മാത്രമല്ല, അത് പേര് സാഹചര്യം മാറിയോണ്ട് മാത്രമല്ല, ഒരു നിസ്കാരം എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇത് വെവ്വേറെ നിസ്കാരമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഇറക്കണം, എന്നാലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നോളി, നമ്മളിങ്ങനെ കണ്ടിട്ട് നോക്കട്ടെ നിങ്ങളെ വൈരുദ്ധ്യങ്ങളുടെ ഒരു മാല. അത് നമുക്ക് സമൂഹത്തിൽ തുറന്നു കാണിക്കുക, അത് തന്നെ നമ്മുടെ ലക്ഷ്യം. ഇതിന് മൂല്യമാരൊന്നും വേണ്ട, നാടനായ ആൾക്കാർ മതി. ഇതൊന്ന് 2 പ്രാവശ്യം ഒന്ന് കേട്ടാൽ മതി, വൈരുദ്ധ്യങ്ങൾ വളരെ കറക്റ്റായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരം ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുവാൻ വേണ്ടി രാത്രി നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടെങ്കിലും അതൊന്നും തന്നെ അത് വേറെ നമസ്കാരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നതല്ല എന്നും. രാത്രി നമസ്കാരത്തിന് വ്യത്യസ്ത പേരല്ല, വ്യത്യസ്ത പേരുകളുള്ള നിസ്കാരങ്ങൾ, അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നു. രാത്രി നിസ്കാരം ഈ നിങ്ങൾ ഈ പറയുന്ന ഈ രാത്രി നിസ്കാരത്തിലാണ് നിങ്ങൾ കുടുങ്ങി. ഈ രാത്രി നിസ്കാരം നിങ്ങൾ എവിടെ എടുത്ത് നോക്കിയാലും ഇവിടെ ഈ തറാവീനെ വിശദീകരിക്കുകയാണെങ്കിലും വിതറിനെ വിശദീകരിക്കുകയാണെങ്കിൽ ആദ്യം ഇവർ എടുത്തിടുന്ന ഒരു വാചകമാണ് രാത്രി നിസ്കാരം. കാരണം എന്താ വെച്ചാൽ ഇപ്പം അയിമലെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ, അത് നടക്കില്ല. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ തെളിയുന്നുണ്ട് നിങ്ങൾ ഈ രാത്രി നിസ്കാരം. നിങ്ങൾ ഈ പറയുന്നത് എന്താ ജനങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടി ആർക്കും തിരിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ പ്രത്യേക പറയപ്പെട്ട നിസ്കാരങ്ങൾ രാത്രിയിലായതുകൊണ്ട് എല്ലാ ഹദീസിൻ്റെയും ബാക്കിലും പിന്നിലും എവിടെയെങ്കിലും ഉണ്ടാവും ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ രാത്രി നിസ്കാരം. അതിനെ ഇവരെന്താ മനസ്സിലാക്കിയത്, ഇതെല്ലാം ഒരേ നിസ്കാരമാണെന്ന്. അങ്ങനെ പേര് ബാക്കിൽ വന്നതുകൊണ്ട്
പടച്ചോക്കാകട്ടെ ഇനിയിപ്പം സുബഹിയും ലുഹായൊക്കെ ഒന്നാക്കും വരും. കാരണം സുബഹി നിസ്കരിക്കാൻ കഴിയാത്തവർ ഉറങ്ങിപ്പോയിട്ട് നീച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ലുഹ. അത് ലുഹായും സുബഹിയും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. അതേപോലെ ഇഷാവ് രാത്രി നിസ്കാരം, ഇഷാവും മഗ്‌രിബും രണ്ടും രാത്രിയാണ്. ഇത് നേരങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ പേര് മാറിയത്. അപ്പോൾ അത് ഇഷാവിൻ്റെ ശേഷം, അതായത് മഗ്‌രിബ് എന്ന സമയത്തിൻ്റെ ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അത് ഇഷാവിന് പേര് വരുന്നു. അതുകൊണ്ട് ഇഷാ നിസ്കരിച്ചാലും മതി, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചാലും മതി. മഗ്‌രിബ് നിസ്കരിച്ചവർക്ക് പിന്നെ ഇഷാ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ലുഹർ അത് ഉച്ചക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അത് സമയം കുറച്ച് വൈകി പോയാൽ അത് അസറായി മാറി. അതുകൊണ്ട് നിങ്ങൾ അസർ മാത്രം നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഈ ചേകരന്നൂരിസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ വഹാബികൾക്ക് കാണുന്നത്. മറിച്ച് ആ നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ട പേരുകളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പൊട്ടത്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോ പേരുകളും അതിന്റെ തെളിവുകളും അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പേര് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ സ്വലാത്തുൽ ലൈൽ. അവിടെ തന്നെ 2 പേരായിട്ടോ, ഖിയാമുൽ ലൈൽ, സ്വലാത്തുൽ ലൈൽ. കേട്ടോളിയാ, ഇനി എത്ര പേരുകൾ വരാൻ പോകുന്നെന്ന് പഠിച്ചാൽ അറിയാം. രാത്രി നമസ്കാരം. എന്തുകൊണ്ടാണ് അതിന് രാത്രി നമസ്കാരം എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്? എന്താ പത്ര തല പുകഞ്ഞ് ആലോചിക്കാൻ ഏത് കുട്ടികളോട് ചോദിച്ചാലും അറിയും. രാത്രി നിസ്കാരം എന്തുകൊണ്ടാണ് രാത്രി നിസ്കാരം എന്ന് വിളിക്കുന്നത്? രാത്രി നിസ്കരിക്കുന്നുണ്ട്. നാം ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. സ്വലാത്തു ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹിയ സ്വലാത്തുൻ നഫൽ. അത് നഫലായ ഐച്ഛികമായ നമസ്കാരമാണ്. മിൻ ബഅദി ഫിഅലി സ്വലാത്തുൽ ഇശാ. സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷമാണ് അത് തുടങ്ങുന്നത്. അതിന്റെ സമയം തുടങ്ങുന്നത് ഇലാ തുലൂഇൽ ഫജ്ർ, ഫജ്ർ വരെ അഥവാ സുബഹി ബാങ്ക് വരെയുള്ള സമയം നിർവഹിക്കുന്ന നമസ്കാരമാണ്. ആ സമയത്തിനാണ് നാം രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. കണ്ടോ, ഈ നിസ്കാരങ്ങൾക്കൊക്കെ ഖിയാമുൽ ലൈൽ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് അതിന്റെ തെളിവ് തപ്പിയെടുക്കുക. ഏത് കുട്ടിക്കും ആലോചിച്ച് അറിയുന്ന കാര്യമാണ്. ഇത് ഖിയാമുൽ ലൈൽ എന്ന് പറയാൻ കാരണം അത് രാത്രികളിൽ നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരം ആയതുകൊണ്ടാണ്. ഈ 3 നിസ്കാരവും അതിന് ഈ തെളിവ് നോക്കി എടുക്കാൻ മൂപ്പര്. അതിനുള്ള തെളിവ് ഇന്നലെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു തെളിവ് കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുസല്ലി നമസ്കരിക്കാറുണ്ടായിരുന്നു, ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാ, സ്വലാത്തുൽ ഇശാ കഴിഞ്ഞാൽ, വഹിയ അല്ലതി യദ്ഉ അന്നാസ് വൽ അതമ, ജനങ്ങൾ സ്വലാത്തുൽ അതമ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ള സ്വലാത്തുൽ ഇശാ, ആ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു ഇലൽ ഫജ്രി, ഫജ്ർ വരെ അഥവാ പ്രഭാത സന്ദർഭം വരെ, ഫജ്ർ നമസ്കാരത്തിന്റെ ബാങ്ക് വരെ. എത്രയാണ്? 11 റകഅത്തൻ, 11 റകഅത്ത്. യുസല്ലിമു ബൈന കുല്ലി റകഅത്തൈനി വയൂതിറു ബിവാഹിദ, ഓരോ 2 റകഅത്തുകൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടും, എന്നിട്ട് 1 റകഅത്ത് കൊണ്ട് വിത്റാക്കും. കേട്ടോ, ഈ 2 റകഅത്ത് നിസ്കരിച്ച് അവസാനം 1 റകഅത്ത് കൊണ്ട് നിർത്തിയിട്ട് വിത്റാക്കും. അതാണ് 1 റകഅത്ത് കൊണ്ട് നിർത്തിയിട്ട്, അതായത് അവിടെ 11 എന്ന നിസ്കാരം കണ്ടിന്യൂ ആയിട്ട് പോയിട്ട് 1 റകഅത്തുമേൽ നിൽക്കുകയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ വിത്തർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഓതിയ ഹദീസ്. ഇനിയിപ്പം വേറെ തറാവി ആകുമ്പം അതിന് വേറെ ഹദീസ് ഉണ്ടാവും. അവിടെ എന്താ വരിക എന്ന് പറയുന്നത്? എണ്ണം 8ഉം 3ഉം. അവിടെ ഇത് പറ്റൂല. ഏത് തറാവി ഒന്നാണ്, വിത്തർ ഒന്നാണ്, തഹജ്ജുദ് ഒന്നാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നോക്കി ശ്രദ്ധിച്ചോളെ, ശരിക്കും ശ്രദ്ധിച്ചോളെ. ഈ പറഞ്ഞ വാചകം 2 റകഅത്ത് നിസ്കരിച്ച് 1-ൽ നിർത്തി. ഇനി എവിടുന്ന് അങ്ങോട്ടുള്ള ഹദീസിലൊക്കെ വേറെ ആയിരിക്കും. ഒന്നുകൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റകഅത്ത് നമസ്കരിച്ചിരുന്നു എന്നും ഈ 2 റകഅത്തിന് ശേഷം സലാം വീട്ടുകയും അവസാനം 1 റകഅത്ത് കൊണ്ട് വിത്റാക്കുകയും ചെയ്തു എന്ന് പറയപ്പെട്ട ആ നമസ്കാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാ, ഇശാ കഴിഞ്ഞാൽ ഏതുവരെ? ഇലൽ ഫജ്ർ, ഫജ്ർ വരെ. അപ്പോൾ അതിനാണ് യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ഖിയാമുൽ ലൈൽ എന്ന ഹദീസിൽ പറയുന്നല്ലോ കേട്ടോ. അപ്പോൾ അതിനാണ് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുകയാണ്. മൂപ്പർ തന്നെയാണ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതാണ്, അതൊക്കെ ഒരു തെളിവ് ഓതിയാപ്പാണത്. അതായത് ഈ നിസ്കാരങ്ങളൊക്കെ ഖിയാമുൽ ലൈൽ എന്ന ഒറ്റ നിസ്കാരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓതിയ ഹദീസാണത്. അതിലെവിടെയും നിങ്ങൾ കേട്ടോ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇശാ മുതൽ ഫജ്ർ വരെയുള്ള സന്ദർഭത്തിൽ നിർവഹിക്കുന്ന ആ നമസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ ലൈൽ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ. ആ നിലക്കാണ് അതിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ള നിലക്ക് അതിന് ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ സ്വലാത്തുൽ ലൈൽ എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ഇത്യാദി നിസ്കാരങ്ങൾക്ക് തറാവി ആണെങ്കിലും വിത്റാണെങ്കിലും തഹജ്ജുദ് ആണെങ്കിലും ആ ഒരു സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ടാണ് ഖിയാമുൽ ലൈൽ എന്ന് പേര് നൽകപ്പെട്ടത് എന്ന് ഇയാൾ പറയുന്നുണ്ടോ? വളരെ സത്യമായ ഒരു കാര്യമാണത്. വളരെ സത്യം. ഇതാണ് അതിൻ്റെ യഥാർത്ഥം. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാം. ഇനി മറ്റൊരു പേരാണ് സാധാരണ നമുക്കൊക്കെ സുപരിചിതമായ പേരാണ് തഹജ്ജുദ് നമസ്കാരം. തഹജ്ജുദ് എന്താണ്? തഹജ്ജുദ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനുള്ള തെളിവ് ഉലമാക്കൾ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 79-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വമിനൽ ലൈലി, രാത്രിയിൽ, ഫതഹജ്ജദ് ബിഹി, നീ ആ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക, നാഫിലതൻ ലക, ഇത് നിനക്ക് അധികമായ ഒരു നമസ്കാരമാകുന്നു, അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. കേട്ടോ നിങ്ങൾ, തഹജ്ജുദിന് തെളിവായിട്ട് കൊണ്ടുവന്നത് മൗലവി എന്താണെന്ന് അറിയോ? ഖുർആനാണ്, ഹദീസല്ല, ഖുർആൻ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിന്റെ മേലിൽ ഒരു നിസ്കാരം അധികമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ നിസ്കാരം നിസ്കരിച്ചാൽ അതേതാണ്? രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ആ നിസ്കാരം നിസ്കരിച്ചാൽ വലിയ ഉയർന്ന പദവിയിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ട് കൽപ്പിക്കുന്ന ഒരു നിസ്കാരമാണ് ഇവരെന്ത് ചെയ്യുന്നത്? അതില്ല, അത് ഈ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വിത്റാണ്, അത് തറാവിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്?
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മൗലവി തന്നെ ഈ ആയത്തും ഹദീസൊക്കെ ഓതുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ ആയത്തും ഹദീസൊക്കെ ഓതുന്നത് എന്തിനാണ്? ഈ തറാവി എന്ന നിസ്കാരം പ്രത്യേകമായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തഹജ്ജുദ് എന്ന് പ്രത്യേകമായിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ മനസ്സിലായി. അതേപോലെ തറാവിയും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം. ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഈ പറഞ്ഞ നിസ്കാരങ്ങളൊക്കെ വെവ്വേറെ അവസരത്തിൽ വെവ്വേറെ നിസ്കാരമായിട്ട് നിസ്കരിക്കേണ്ടതാണ്. അത് ഉറപ്പല്ലേ? ഈ തഹജ്ജുദ് ആവണമെങ്കിൽ എന്തായാലും തഹജ്ജുദിന് ഇത്ര പോരിശ ഉണ്ടെങ്കിൽ അതെന്തായാലും ഉറങ്ങി നീച്ചിട്ടല്ലേ നിസ്കരിക്കേണ്ടത്. ഒന്ന് ആലോചിക്കാൻ. അപ്പോൾ ഈ തഹജ്ജുദ് തന്നെയാണ് ഈ തറാവി വിത്റും, ഈ വിത്ർ തന്നെയാണ് തറാവി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അപ്പം എങ്ങനെ ഈ തഹജ്ജുദിന്റെ കൂലി നമുക്ക് കിട്ടുക? എന്താണ് ഇവർ ഈ ജനങ്ങളെ പൊട്ടനാക്കുന്നത്? ഒന്ന് ആലോചിക്കാൻ. അപ്പോൾ ഇവിടെ രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി വമിനൽ ലൈലി, രാത്രിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? ഫതഹജ്ജദ് ബിഹി, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. അല്ലമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി അമറ ലഹു ബിഖിയാമിൽ ലൈലി ബഅദൽ മക്തൂബ. എന്താണ് തഹജ്ജുദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് എന്നതിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നൽകുന്ന തഫ്സീർ അമറ ലഹു ബിഖിയാമിൽ ലൈൽ, അതുകൊണ്ട് ഉദ്ദേശം ഖിയാമുൽ ലൈൽ തന്നെയാണ്. കണ്ണങ്ങൾ അവിടെ അങ്ങനെ അർത്ഥം വെക്കണം, അല്ലെങ്കിൽ മൗലവി കുടുംബം എങ്ങനെ അർത്ഥം വെക്കണം? അതുകൊണ്ട് ഉദ്ദേശം ഖിയാമുൽ ലൈൽ തന്നെയാണ്. ഏത് ഖിയാമുൽ ലൈൽ? തറാവി എന്ന് പറഞ്ഞ ഖിയാമുൽ ലൈൽ. ഏത് ഖിയാമുൽ ലൈൽ? വിത്ർ എന്ന് പറഞ്ഞ ഖിയാമുൽ ലൈൽ. അതുകൊണ്ട് ഉദ്ദേശം ഖിയാമുൽ ലൈൽ. അപ്പം ഉറങ്ങി എണീക്കണോ എണീക്കണ്ടേ? ഉറങ്ങി എണീക്കണോ എണീക്കണ്ടേ? എന്താണ് മൗലവി ആരെ ഈ പൊട്ടന്മാരാക്കുന്നത്? അപ്പോൾ ഈ ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാകുമ്പം ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ആ നിസ്കാരം. അതുകൊണ്ടാണ് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞത്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖിയാമുൽ ലൈൽ എന്ന് പറയാൻ പറ്റൂലേ? ഒരാൾ രാത്രി നിസ്കരിക്കുമ്പോൾ അതിന് ഖിയാമുൽ ലൈൽ തന്നെ പറയാം. അതുകൊണ്ട് തഹജ്ജുദ് ആദിക്കില്ല. നിങ്ങളിപ്പോൾ ഈ കിടന്ന് മെനക്കെടുന്ന എന്തിനാ അറിയോ? ഈ തറാവി എന്ന് പറഞ്ഞാൽ വേറെ നിസ്കാരമില്ല, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ വേറെ നിസ്കാരമില്ല, വിത്ർ എന്ന് പറഞ്ഞാൽ വേറെ നിസ്കാരമില്ല. എന്നാലോ നിങ്ങൾ ഈ ആയത്ത് ഓതുന്നതും ഈ ഹദീസ് ഓതുന്നതും ഒക്കെ ഇതുണ്ട്, ഇത് വേറെ തന്നെയാണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവണില്ല. നിങ്ങളൊന്നും കൂടി ഒന്ന് കേട്ടു നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആകെ മൊത്തം അബദ്ധം അതിന് ആകെ കൊളായതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ട വന്നോട്ടെ, എല്ലാവർക്കും മനസ്സിലാവുന്നത്. بعد المكتوبة 5 وقت നമസ്കാരത്തിന് ശേഷമുള്ള كما ورد في صحيح مسلم عن ابي هريره عن رسول الله صلى الله عليه وسلم انه سئل اي صلاه افضل بعد المكتوبه قال صلاه الليل. ഏതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുന്നു, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ആ തഹജ്ജുദ് കൊണ്ടുള്ള ഉദ്ദേശം രാത്രി നമസ്കാരമാണ്. എങ്ങനെ ആ തഹജ്ജുദ് കൊണ്ടുള്ള ഉദ്ദേശം രാത്രി നമസ്കാരമാണ്? അല്ല പകൽ ഉറങ്ങിയിട്ട് നിങ്ങൾ കുറച്ച് നേരം പകൽ ഉറങ്ങിയിട്ടേ പകലൊരു ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ട് ഉറങ്ങിയിട്ട് നീച്ചാണ്ട് നിസ്കരിച്ചോളി. എന്താ ആ നിസ്കാരത്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി എത്ര നോണ നിങ്ങൾക്ക് പറയണം? ഒന്ന് ആലോചിക്കാൻ. നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്കൊരു നിസ്കാരം നിങ്ങളുടെ മേൽ സുന്നത്താക്കിയിരിക്കുന്നു, അതായത് പ്രത്യേകമാക്കിയിരിക്കുന്നു. ആ ഒരു സുന്നത്ത് എപ്പോഴാണ്? തഹജ്ജുദ്. വിശദീകരിച്ച് ഇയാളെന്നെ കുടുങ്ങാണ്. വിശദീകരിക്കുമ്പോഴാണ് ഇതിൻ്റെ സംഭവങ്ങൾ തെളിയൽ. പിന്നെ അവിടെ പറയുന്നത് എന്താ? ഏതൊരു നിസ്കാരവും നിസ്കരിക്കുമ്പോൾ, രാത്രി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയായിട്ട് നിസ്കരിക്കണം. അതായത് തറാവി വിത്ർ എന്ന നിസ്കാരം അതിൻ്റെ ലാസ്റ്റിൽ നിസ്കരിക്കണം എന്ന് പറയുന്ന ഹദീസ് എടുത്തിട്ട് ഇത് നമുക്ക് യോജിപ്പിച്ചിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒറ്റയായിട്ട് നിസ്കരിച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് വിത്ർ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ തറാവിക്കും പറയുന്നത്. എന്നാൽ പിന്നെ ഇവരെ ഈ 8-3 എന്നുള്ള കണക്ക് എന്തിനാണ് പറയുന്നത്? ഒറ്റ വർത്താനം പറഞ്ഞാൽ പറയാം. 8-3 എന്ന് പറയണ്ട, 11 നിർത്താം. ആ 11 2 റക്അത്ത് നിസ്കരിച്ച് 10 റക്അത്ത് നിസ്കരിച്ച് നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ 1 മേലെ നിർത്തുക. പിന്നെ അവർ 8-3 ഒരു കണക്കുകൾ പറയണ്ട. അപ്പോൾ അവിടെ തെറ്റി. 8-3 ആകുമ്പോൾ അവിടെ തറാവി വേറെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾ പറയാതെ പറഞ്ഞു പോവാണ്. അതിൽ കുടുങ്ങണ്ട വെറുതെ. വീണ്ടും അദ്ദേഹം പറയുന്നു വലിഹാദാ അമറ തആല റസൂലഹു ബഅദൽ മക്തൂബാതി ബിഖിയാമിൽ ലൈൽ ഫഇന്ന തഹജ്ജുദ മാ കാന ബഅദ നൗം. കാരണം തഹജ്ജുദ് കൊണ്ടുള്ള ഉദ്ദേശം മാ കാന ബഅദ നൗം, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമസ്കരിക്കുക എന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു, അല്പം ഉറങ്ങി, എന്നിട്ട് എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കുക. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുക, അതിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഖാലഹു അൽഖമതു വൽ അസ്വദു വ ഇബ്രാഹിമു നഖഇയ്യു വഗൈറു വാഹിദിൻ വഹുവൽ മഅറൂഫു ഫീ ലുഗത്തിൽ അറബ്. ഈ പറഞ്ഞ പണ്ഡിതന്മാർ എല്ലാം അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം ആളുകൾ വേറെയും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അറബി ഭാഷയിൽ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശവും അത് തന്നെയാണ്. വകദാലിക സബതത് അൽ അഹാദീസ് വൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യതഹജ്ജദു ബഅദ നൗമിഹി. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അധികവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതിന് ശേഷമാണ് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുള്ളത്. അൻ ഇബ്നു അബ്ബാസ് വ ആയിഷ വഗൈരി വാഹിദിൻ മിന സ്വഹാബ. ഇബ്നു അബ്ബാസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ, അങ്ങനെ സ്വഹാബികളിൽ നിന്ന് ധാരാളം ആളുകൾ അപ്രകാരം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ മാ കാന ബഅദ നൗം, ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുക. അതിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ്. ഈ വിത്ർ തന്നെ നിങ്ങളൊന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിച്ചാൽ ഈ വിത്ർ കേട്ടോ, അത് ഒന്നായാലും മതി. വിത്ർ 1 മതി. ഏത് വിത്ർ 1 മതി. വിത്ർ ഒന്നായാലും വിത്രാവും. ഈ ഉറങ്ങി എണീറ്റിട്ട് നിങ്ങൾ 1 റക്അത്ത് നിസ്കരിക്കുക. അതേപോലെ തന്നെ ഈ വിത്ർ തന്നെയാണല്ലോ തറാവിയും. അപ്പോൾ എന്ത് ചെയ്യുക? ഇശാ കഴിഞ്ഞിട്ട് 1 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി. അതന്നെ തറാവിയും, അതന്നെയാണ് തറാവിയും. ഇനി ഖിയാമുൽ ലൈൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഖിയാമുൽ ലൈൽ ഇപ്പോൾ ഒരു 7 പേരെങ്ങാണ്ട് ഇവർ പറയുന്നുണ്ട്. ഇതിനൊക്കെ പറയുന്നത് പല പല ഹദീസാണ്, പക്ഷേ എണ്ണങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവസാനം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് വിത്റാണ്. ടോട്ടലി പറഞ്ഞാൽ ഇതൊരു വിത്റാണ്. അത് വിത്ർ എന്താ ആവുന്നത് അതും വിശദീകരിക്കുന്നുണ്ട്. ഇനി ഒക്കെ പോട്ടെ, വിത്ർ എങ്ങനെ നിസ്കരിക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം അത് പറയുമ്പം 1, 3, 5, 7
ചിലപ്പോൾ 9, 13 വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് നടക്കട്ടെ. അതിൻ്റെ പുറമെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അപ്പം ഇതവിടെ ബാധകമല്ല. ഈ 13 പറയുന്ന എണ്ണുണ്ടല്ലോ അതവിടെ ബാധകമല്ല. ഏതായാലും ഇരിക്കട്ടെ, ഈ 1 നിസ്കരിച്ചിട്ട് നിങ്ങളെല്ലാവരും നിർത്തിക്കോളി. ഒറ്റ നിസ്കരിച്ചാൽ മതി. ഇയാളെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ നിസ്കരിച്ചാൽ മതി. ഒറ്റ നിസ്കാരം, ഒരൊറ്റ റക്അത്ത് നിസ്കരിക്കുക, അത് വിത്റായി. കാരണം ഇതെല്ലാം വിത്റാണല്ലോ. അതേപോലെ തന്നെ അല്ലാമ ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് അദ്ദേഹം നൽകുന്ന അർത്ഥം വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി എന്ന ആയത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള തഫ്സീർ വമിനൽ ലൈലി ഫസ്ഹർ ബഅദ നൗമത്തിൻ, രാത്രിയിൽ ഉറങ്ങിയതിനു ശേഷം നീ എഴുന്നേറ്റ് ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് നമസ്കരിക്കുകയാ മുഹമ്മദു ബിൽ ഖുർആൻ കൊണ്ട് നാഫിലത്തൻ ലക ഖാലിസതൻ ദൂന ഉമ്മത്തിക. എന്നിട്ട് പറയുന്നു അദ്ദേഹം തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്തയഖുദു വസ്സഹറു ബഅദ നൗമത്തിൻ മിനൽ ലൈൽ, രാത്രിയിൽ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അപ്പോൾ തഹജ്ജദ എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എത്രങ്ങാനും ഹദീസല്ലേ ഒരു തഹജ്ജുദിന് മാത്രം നോക്കിയാലും ശരി, തഹജ്ജുദിന് മാത്രം. ആ തഹജ്ജുദാണ് ഇവർ പറയുന്നത്. ആ തഹജ്ജുദ് തന്നെയാണ് വിത്ർ, ആ തഹജ്ജുദ് തന്നെയാണ് തറാവിയ. എങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റുക? ഈ തഹജ്ജുദിന്റെ കൂലി നമുക്ക് വേറെ തന്നെ നേടേണ്ട മുഅ്മിനീങ്ങളെ. ഈ തഹജ്ജുദ്, ഈ പറയപ്പെട്ട തഹജ്ജുദ് വലിയ ദറജയിലേക്ക് ഉയർത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരിട്ട് ഖുർആനിൽ പറഞ്ഞു കൊടുത്ത ആ തഹജ്ജുദ് നമുക്ക് വേറെ തന്നെ നിസ്കരിക്കണ്ടേ? തറാവി വേറെ തന്നെ നിസ്കരിക്കണ്ടേ? വിത്ർ വേറെ തന്നെ നിസ്കരിക്കണ്ടേ? ഇതെല്ലാം ഒന്നാണ്, ചക്കക്കൂട്ടാനാണെന്ന് പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റുക? നിങ്ങൾ അംഗീകരിക്കുമോ? വഹാബി കുഞ്ഞാടുകളെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ എവിടേക്കാണ് ഈ പുരോഹിതന്മാർ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സനദിലൂടെ ഉദ്ധരിക്കുന്നു അൻ ഇബ്നു അബി ഹിലാൽ അനിൽ അറജി അന്നഹു ഖാൽ അഖ്ബറനി ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അൻ റജുലിൻ മിനൽ അൻസാരി അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി പറയുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ല അൻദുറന്ന കൈഫ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് രാത്രിയിലെന്ന് എനിക്ക് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങി, സുമ്മ ഇസ്തൈഖവ, പിന്നെ എഴുന്നേറ്റു, ഫറഫഅ റഅസഹു ഇല സമാഇ ഫതല 4 ആയാത്ത് മിൻ ആഖിരി സൂറത്തി ആലി ഇമ്രാൻ, പിന്നീട് എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകൾ ഓതി, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു, നമസ്കരിക്കാൻ വേണ്ടി നിന്നു എന്നെല്ലാം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വയസുമൂന അന്നഹു തഹജ്ജുദുൽ ലദി അമറഹുല്ലാഹ്, അല്ലാഹു കൽപ്പിച്ച തഹജ്ജുദാണത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ച ആ തഹജ്ജുദ്, രാത്രി നമസ്കാരം, അതെപ്പോഴാണ് റസൂൽ നിർവഹിച്ചത്? ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് നിർവഹിച്ചു. ഒരു നോട്ട് പോയിന്റ് ഉണ്ട് അവിടെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൽപ്പിച്ച തഹജ്ജുദ് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് നിർവഹിച്ചത്? ഉറങ്ങി എണീറ്റതിന് ശേഷം. അപ്പം എന്താണ് അത്? വേറെ നിസ്കാരമാണ്. മൗലവി പറഞ്ഞില്ലപ്പം, നിങ്ങൾ തന്നെ പറഞ്ഞ് അത് വേറെ നിസ്കാരമാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, അമ്മ തഹജ്ജുദ്, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഫഹുവ സ്വലാത്തു ഫിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരത്തിന്റെ പേരാണ്. വയുഖാലു, പറയപ്പെട്ടിട്ടുണ്ട്, ഹജദർ റജുലു ഇദാ നാമ, അല്ലെങ്കിൽ പറയുക ഹജദർ റജുലു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉറങ്ങി എന്നാണ്. ഇദാ നാമ, ഒരാൾ ഉറങ്ങിയാൽ ഹജദ എന്ന് പറയും. വ തഹജ്ജദ, തഹജ്ജദ എന്ന് പറഞ്ഞാലോ ഇദാ ഖറജ മിനൽ ഹുജൂദി, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അതിന് തഹജ്ജദ എന്ന് പറയും. വഹുവ നൗമു ബിസ്സലാത്ത്, അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വലാത്ത് അഥവാ രാത്രിയിൽ നമസ്കാരത്തിന് വേണ്ടി നൗമിൽ നിന്ന് എഴുന്നേൽക്കലാകുന്നു, അതാണ് ഉദ്ദേശം. അപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ, ഹജദ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, നേരെ ഓപ്പോസിറ്റ് മീനിങ് കൊണ്ട് ഉറക്കം ഒഴിവാക്കുക. തഹജ്ജദ എന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നിട്ട് നമസ്കരിക്കുക. അപ്പോൾ തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഫഹുവ സ്വലാത്തു ഫിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഖിയാമുൽ ലൈൽ തന്നെയാണ്. പിന്നെ ആ പേര് നൽകപ്പെടാനുള്ള കാരണം, ഒരല്പം ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ തഹജ്ജദ എന്ന വാക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് കാരണം അല്പം ഉറങ്ങാൻ, രാത്രിയിൽ തീരെ ഉറങ്ങാതെ നമസ്കരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സാധാരണ നിലക്ക്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതായതുകൊണ്ട് അതിന് തഹജ്ജുദ് എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതും എന്ത് തന്നെയാണ്? ഖിയാമുൽ ലൈൽ തന്നെയാണ്. കാരണം ഇത് രാത്രിയിലാണ് നിർവഹിക്കുന്നത്. അതല്ലാതെ തഹജ്ജുദ് വേറെ ഖിയാമുൽ ലൈൽ വേറെ എന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഈ ഹദീസുകളിലൂടെയും പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലൂടെയും ഖുർആനിന്റെ തഫ്സീറുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്നതാകുന്നു. അൽഹംദുലില്ലാഹ്, മനസ്സിലായി. അതിപ്പം പ്രത്യേക ഒരു നിസ്കാരമാണെന്ന് വളരെ കൃത്യമായി മനസ്സിലായി. അത് ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞ ഉസ്താദിന് വളരെ നന്ദി. അത് അൽഹംദുലില്ലാഹ് മനസ്സിലായിട്ടോ. ഇനി അടുത്ത് നോക്കട്ടെ, ഇനി അടുത്തേതാ? ഇനി മൂന്നാമത്തെ ഒരു പേരാണ് അൽ വിത്ർ, വിത്ർ നമസ്കാരം. വിത്ർ എന്ന് പറഞ്ഞാൽ വിത്ർ അല്ലെങ്കിൽ വത്ർ, അഷ്റഫു വൽ വത്ർ, വത്ർ വാവിന് ഫത്ഹ നൽകിക്കൊണ്ടും പറയാം, അല്ലെങ്കിൽ വിത്ർ എന്നും പറയാം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഒറ്റ എന്നാണ് അർത്ഥം. അപ്പോൾ ഒറ്റയാക്കി നമസ്കരിക്കൽ, അതാണ് വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ. സ്വലാത്തുൽ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി നമസ്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റ നമസ്കരിക്കുക, അതാണ് ഉദ്ദേശം. അത് വേറെ തന്നെ ഒരു നമസ്കാരമാണോ? അല്ല. നേരത്തെ പറഞ്ഞ രാത്രിയിലെ ഈ നമസ്കാരം സാധാരണ നിലക്ക്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഒറ്റയാക്കി അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയാക്കി അവസാനിപ്പിക്കുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് രാത്രി നമസ്കാരത്തിന് വിത്ർ എന്നും പേര് നൽകും. ചില തെളിവുകൾ പരിശോധിക്കുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂ ബസ്റ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ സാദകും സ്വലാത്ത, അല്ലാഹു നിങ്ങൾക്കൊരു നമസ്കാരം അധികമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. വഹിയൽ വിത്റു, അത് വിത്ർ നമസ്കാരമാകുന്നു.
ഫസല്ലൂഹ ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ. അതുകൊണ്ട് ഇശാഇന് ശേഷം ഫജ്ർ വരെയുള്ള സമയത്ത് നിങ്ങൾ അത് നിർവഹിക്കുക. അപ്പോൾ നേരത്തെ ഉദ്ധരിച്ച ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ കഴിഞ്ഞാൽ സ്വലാത്തുൽ അഹ്തമ കഴിഞ്ഞാൽ ഫജ്ർ വരെ രാത്രി നമസ്കരിച്ചിരുന്നു, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് വിത്ർ നമസ്കാരമാകുന്നു. അത് ഇശാ മുതൽ ഫജ്ർ വരെയുള്ള സമയത്ത് നിർവഹിക്കേണ്ടതാകുന്നു. ഇയാളുടെ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി വരുന്നുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് നല്ലോണം ചിരി വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് എത്രത്തോളം അത് ജനങ്ങൾക്ക് അത് ഇതാവുന്ന ദഹിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിനെ അടക്കി നിർത്തണം കേട്ടോ. കാരണം ചിരി നല്ലോണം വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞങ്ങൾ കേട്ടില്ലേ, ഒരു നിസ്കാരം നിങ്ങൾക്ക് അധികമാക്കി തന്നിരിക്കുന്നു, അതിൻ്റെ പേരാണ് വിത്ർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അതിൻ്റെ പേരാണ് വിത്ർ എന്ന ഹദീസിലുള്ളത് അർത്ഥം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ പറയാം അത് വേറെ നിസ്കാരമില്ല, അത് വിത്ർ പറഞ്ഞിട്ട് വേറെ നിസ്കാരമില്ല. എത്രത്തോളം വൈരുദ്ധ്യമാണെന്ന് നോക്കി നിങ്ങൾ. എന്തിനാണ് ഇങ്ങനെ മെനക്കെണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ തറാവിമേൽ ഇവിടെ കുടുങ്ങിയോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ വാദങ്ങൾ? എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ വളരെ വ്യക്തമായിട്ട് ഈ ഹദീസ് ഈ വിത്റിനെ ഓതുന്ന ഹദീസിൽ തന്നെ അതിൻ്റെ എണ്ണങ്ങളും അതിൻ്റെ വണ്ണങ്ങളും ഇവർ പറയുന്നുണ്ടല്ലോ, എണ്ണവും വണ്ണമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആ വണ്ണങ്ങളൊക്കെ പറയുന്നുണ്ട് വിത്ർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നൊക്കെ. ഒറ്റയായിട്ട് നിസ്കരിക്കേണ്ടത്, ഒറ്റ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നിസ്കരിക്കാം, 3 ആയിട്ട് നിസ്കരിക്കാം, 5 ആയിട്ട് നിസ്കരിക്കാം, 7 ആയിട്ട് നിസ്കരിക്കാം, ചിലപ്പോൾ 11 ആയിട്ടും 13 ആയിട്ടൊക്കെ നിസ്കരിക്കാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നാലോ ഈ തഹജ്ജുദിനായിട്ട് വേറെ ഖുർആനിൽ തന്നെ ആയത്ത് ഓതിയിട്ട് അവിടെ അതും വിശദീകരിച്ചു. അതിൻ്റെ പുറമെ ഇനി തറാവിൻ്റെ വരാൻ പോകുന്നുണ്ട്. എന്നിട്ടാണ് ജനങ്ങളെ ഇവർ വിഡിയാക്കുന്നത്. എന്താ എങ്ങനെ വിഡിയാക്കുന്നത്? അപ്പം തന്നെ പറയാം അത് തന്നെയാണ് ഖിയാമുൽ ലൈൽ. ഈ ഖിയാമുൽ ലൈലിനെ കൊണ്ട് ഞാൻ പറയില്ല, മുന്നൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഈ ഖിയാമുൽ ലൈൽ ഇവരെ വളരെ എത്രത്തോളം കുടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനില്ല. ഞാൻ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു കുടുങ്ങി. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയോ? ഒരു ഹദീസ് ഉണ്ട്, ആയിഷ റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, 11 കൂട്ടിയിട്ടില്ല എന്നുള്ള ഹദീസ്. അതിമേലാണ് ഇവരാകെ കുടുങ്ങിയത്. അത് തറാവീക്ക് തെളിവെടുത്തോടു കൂടി ഇവരെ അധോഗതിയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി രാത്രിയിൽ ഇശാ മുതൽ ഫജ്ർ വരെ നിർവഹിക്കപ്പെടേണ്ടുന്ന ആ നമസ്കാരത്തിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു പേരാണ് വിത്ർ നമസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കും. അതെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തെന്ന് പറയും, വിത്ർ എന്ന് പറഞ്ഞ വേറെ നിസ്കാരം തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഇവർക്ക് മനസ്സിലാക്കാനാണ് സാധിച്ചേക്കാണ്, ഇവർക്ക് മാത്രം. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹദീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെ മൂന്നിനെയും ഒരുമിച്ച് കൂട്ടുന്ന, ഈ പറയുന്ന എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടുന്ന ഏതെങ്കിലും ഒരു വർത്താനോ ഏതെങ്കിലും ഒരു ഹദീസോ എവിടെന്നെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? എന്നിട്ട് അത് തെളിവ് പറയാൻ നിങ്ങൾ അതിൽ കണ്ടില്ലേ ഇതിനെ ഒരുമിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ കണ്ടില്ലേ ഇതിനെ ഒരുമിച്ചാണ് ഇതിനെ കൂട്ടിയാണ് പറഞ്ഞത്, ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ ഒരു തെളിവുള്ളത് ഈ തറാവിൻ്റെ ബേക്കിലും ഈ തഹജ്ജുദിൻ്റെ ബേക്കിലും ഈ വിത്റിൻ്റെ ബേക്കിലും ഒക്കെ ഖിയാമുൽ ലൈൽ എന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞത്? അത് ഈ രാത്രി ആണ് ഈ നിസ്കാരങ്ങളൊക്കെ, വിത്റായാലും തഹജ്ജുദായാലും ഈ തറാവി ആയാലും രാത്രിയാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ബേക്കിൽ അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അല്ലാതെ ഈ പേരിനെ വേറെ പേരാക്കിയിട്ടൊക്കെയല്ല. ഇത് ഒറ്റയായിട്ട് നിസ്കരിക്കുന്നതുകൊണ്ട് വിത്രവും, അത് ഉറങ്ങി നിസ്കരിക്കുന്നതുകൊണ്ട് തഹജ്ജുദും, അത് റമദാനിലാവുന്നതുകൊണ്ട് തറാവിയും ആകുന്നതല്ല. അത് നിങ്ങൾ എത്ര വാദിച്ചിട്ടും കാര്യമില്ല, അത് അങ്ങനെ വാദമാവില്ല. നിങ്ങൾ അതിന് പ്രത്യേകിച്ചൊരു തെളിവൊന്നും ഇല്ലാത്തോടത്തോളം കാലം ഇത് ജനങ്ങൾ വിശ്വസിക്കൂല. മനസ്സിലായില്ലേ? ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ഖാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബി 13 റകഅതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 റകഅത്ത് കൊണ്ട് രാത്രിയിൽ വിത്ർ നമസ്കരിച്ചിരുന്നു. യൂതിറു ബി 13 റകഅതൻ. അപ്പോൾ എങ്ങനെയാണ്? യൂതിറു ബി 13 റകഅതൻ, ബി 13 റകഅതൻ, 13 റകഅതൻ, 13 റകഅത്ത്. ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ. തറാവി 13 റകഅത്ത് എന്നുള്ളതിന് ഇയാൾ വേറൊരു തെളിവ് പറയുന്നതാണ്. എന്തെങ്കിലും പറയാൻ കാരണം അറിയും? തറാവി എന്ന് പറഞ്ഞാൽ വിത്ർ തന്നെയാണല്ലോ. ഏത് തറാവി എന്ന് പറഞ്ഞാൽ വിത്ർ തന്നെയാണ്. അപ്പോൾ ആ മറ്റേ ഹദീസ് പോയി. ഏത് ഹദീസ്? 11 കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത പോയി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരമല്ലേ, അതവിടെ പോയി. വിത്റാണ് തറാവിയാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞപ്പം ഈ ഹദീസ് അറിയാതെ ഓതിപ്പോയതാ. ഇത് ഇയാൾക്ക് തന്നെ പ്രതികൂലമാവുമെന്ന് ഇയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മൊത്തം പോക്കാണ്. ഈ ക്ലാസ് ഇയാളത് എത്രത്തോളം അബദ്ധമാണെന്നുള്ളത് ഇയാൾ പിന്നെ ഇത് കേട്ടിട്ടുണ്ടോ, ഇത് ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിലും വലിയൊരു വിഡ്ഢിത്തവും ഇതിലും വലിയൊരു അബദ്ധവും ഇനി ലോകത്ത് ആർക്കും പറ്റില്ല. 13 റകഅത്ത് കൊണ്ട് യൂത്രു എന്നാണ് പറഞ്ഞത്. യുസല്ലി എന്നതിന് പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? യൂത്രു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫലം കബിറ വദഅഫ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് അല്പം വാർദ്ധക്യമെത്തുകയും ശരീരം ദുർബലമാവുകയും ചെയ്തപ്പോൾ ഔതറ ബി 7 റകഅത്താണ് പിന്നീട് അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടുള്ളത്. ദേ കിടക്കുന്ന വഹാബികളെ ചാൻസാണ്. 7 റകഅത്താണ് വാർദ്ധക്യം ഉണ്ടാകുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഏത് വിത്റാണ്, പക്ഷേ വിത്ർ തന്നെയാണല്ലോ തറാവി തന്നെയാണല്ലോ തഹജ്ജുദ്. അപ്പം നിങ്ങൾക്ക് എന്തൊരു ചാൻസായി? അടുത്ത റമദാൻ മുതൽ വേറെ ജമാഅത്ത് തുടങ്ങിക്കോളി, വൃദ്ധന്മാർ മാത്രം 7 റകഅത്ത്. തെളിവുണ്ട്, തെളിവ് ഹദീസാണുള്ളത്. ഏത് എണ്ണത്തിൽ ഹദീസ് ഉണ്ടല്ലോ. ഇനി റമദാനിൽ വേറെ നിസ്കാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേറെ ഒരു ഹദീസിന്റെ ആവശ്യമില്ല. ഖിയാമുൽ ലൈൽ തന്നെയാണിത്, തറാവി തന്നെയാണിത്, തഹജ്ജുദ് തന്നെയാണിത്, എല്ലാം തന്നെയാണ്. ഹദീസ് മതി. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയോ? ബീഹാറിൽ നിന്ന് കുറച്ച് വൃദ്ധന്മാരായ ഇമാമുകൾ കൊണ്ടുപോയി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് യുസല്ലി എന്നതിന് പകരം യൂത്രു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം യൂത്രു എന്ന് പറഞ്ഞാലും യുസല്ലി എന്ന് പറഞ്ഞാലും ഉദ്ദേശം ഒന്നാണ്. കാരണം രാത്രി നമസ്കാരം ഒറ്റയിലാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന നമസ്കാരം എന്ന ഒരു പേര് കൂടി അതിന് നൽകപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ടാണ്
ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെല്ലാം പറഞ്ഞതിന് ശേഷം മറ്റൊരു ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഔതിറു യാ അഹ്ലൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിലുള്ളതാണ് ഔതിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഖാല ഇന്നമാ അനാ ബിഹി ഖിയാമുൽ ലൈൽ, ഇവിടെ വിത്ർ കൊണ്ടുള്ള ഉദ്ദേശം ഖിയാമുൽ ലൈലാണ്. മൗലവി പദവി തെറ്റിക്കാതെ എല്ലായിടത്തും പറഞ്ഞ ഖിയാമുൽ ലൈൽ ഇവിടെയുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖിയാമുൽ ലൈലാണ്, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖിയാമുൽ ലൈലാണ്, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖിയാമുൽ ലൈലാണ്. അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും, തറാവി ബാത്തിലായി. എത്രയോ കാലം 11 നിസ്കരിച്ച് വന്നവരുടെ തറാവി ബാത്തിലായി. ഇന്നമാ ഖിയാമുൽ ലൈൽ അലാ അസ്ഹാബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾക്ക് തീർച്ചയായും ഖിയാമുൽ ലൈൽ നമസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ അനാ ബിഹി ഖിയാമുൽ ലൈൽ, ഇവിടെ വിത്ർ കൊണ്ടുള്ള ഉദ്ദേശം ഖിയാമുൽ ലൈലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. നേരത്തെ പറഞ്ഞ ഹദീസുകളും അപ്രകാരം തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒറ്റയിൽ അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ ഈ രണ്ടായി നമസ്കരിച്ചതിന് ശേഷം പിന്നീട് ഇഷ്ടമുള്ള എണ്ണം കൊണ്ട് ഒറ്റയാക്കുക. ഇമാം അബൂ ഒരു രഹസ്യമുണ്ട്. എന്താ നിങ്ങൾ ഇവിടെ വെളിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു രഹസ്യമുണ്ട്. ഇരട്ടിയായിട്ട് നിസ്കരിച്ച് രണ്ടായിട്ട് നിസ്കരിച്ച് അവസാനം ഒറ്റയായിട്ട് നിസ്കരിക്കുക. അത് ഇഷ്ടമുള്ള നമ്പർ എത്രയെന്നില്ല. അതെങ്ങനെയാ മൗലവി ഇഷ്ടമുള്ള നമ്പറിൽ ഒറ്റയാവുന്നത്? ഒറ്റ എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ തന്നെ ആവണ്ടേ? ഈ രണ്ട് നിസ്കരിച്ചിട്ട് രണ്ട് നിസ്കരിച്ച് പിന്നെ ഇഷ്ടമുള്ള നമ്പറിൽ ഒറ്റയായിട്ട് നിസ്കരിക്കുക. അതെങ്ങനെ വരും? അതൊന്ന് മനസ്സിലാക്കി അത് എന്താണോ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങിപ്പോകും. കാരണം എന്താ, മുന്നേ തറാവിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് 8ഉം 3ഉം. ഏത് 8ഉം 3ഉം? ആ മൂന്നില് രണ്ടായിട്ടാണ് നിസ്കരിക്കുന്നത്. അത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഈ പറഞ്ഞ തറാവി വിത്ർ എന്ന് പറയുന്ന 11 റക്അത്ത് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ പറയുന്നില്ലേ 11 എന്നുള്ളത്. ആ 11 ഇവിടെ പറയുന്നുണ്ട് 10 വരെ അങ്ങനെ ഈരണ്ടായിട്ട് പോയിട്ട് ലാസ്റ്റ് ഒറ്റയായിട്ട് നിസ്കരിക്കാം. ഇപ്പൊ പറയുന്നുണ്ട് ഇഷ്ടമുള്ള നമ്പറിൽ അതൊരിക്കലും ആവില്ല. ഇഷ്ടമുള്ള നമ്പറിൽ ഒറ്റ ആവില്ല. അത് അങ്ങനെ 3 ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമില്ലല്ലോ. ഏതെങ്കിലുണ്ടോ 3 ഒരുമിച്ച് നിസ്കരിക്കുന്നത്? ആ തയ്യാത്തിൽ ഇരുന്നിട്ട് ആ സലാം വീട്ടിട്ട് രണ്ടാമത് എണീക്കണ്ടേ? 2 നിസ്കരിച്ചാണ്ട്. അതേപോലെ തന്നെ 5 ആണെങ്കിലും 4 റക്അത്ത്, 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണല്ലോ പിന്നെ 1, അങ്ങനെ 5 ആവുകയാണല്ലോ. 7 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 6 6 നിസ്കരിച്ചിട്ട് പിന്നെ 1 നിസ്കരിക്കുക, അപ്പോൾ 7. ഇനിയിപ്പം 9 ആണെങ്കിലോ 2 8 1 9. ഇപ്പൊ പറഞ്ഞില്ലേ 2 പിന്നെ 10 ആയിട്ട് പിന്നെ 1. അതാണ് വിത്ർ. അതല്ല ഇതല്ല അത്. ഏത്? ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ മേൽ ഹക്കാണ്, അഥവാ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സുന്നത്താണ്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫമൻ അഹബ്ബ അൻ യൂതിറ ബി 5 ഫൽയഫഅൽ. 5 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ 5 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യൂതിറ ബി 3 ഫൽയഫഅൽ. ഇനി 3 റക്അത്ത് കൊണ്ടാണ് വിത്ർ ഉദ്ദേശിക്കുന്നവരെങ്കിൽ അവർ 3 റക്അത്ത് കൊണ്ട് വിത്ർ ആക്കട്ടെ. വമൻ അഹബ്ബ അൻ യൂതിറ ബി വാഹിദത്തിൻ ഫൽയഫഅൽ. ഇനി 1 റക്അത്ത് കൊണ്ട് വിത്ർ ഉദ്ദേശിക്കുന്ന ആളുകൾ 1 റക്അത്ത് കൊണ്ടും വിത്ർ നമസ്കരിക്കട്ടെ. പറയാലോ 1 റക്അത്ത് വരെ നിങ്ങൾക്ക് വിത്ർ നിസ്കരിക്കാം. ഏത് വിത്ർ? ആ വിത്ർ. ഏത് വിത്ർ? തഹജ്ജുദ് എന്ന് പറഞ്ഞ വിത്ർ, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ വിത്ർ, അല്ലെങ്കിൽ തറാവി എന്ന് പറഞ്ഞ വിത്ർ. 1 റക്അത്ത് കേട്ടോ, ഒറ്റ റക്അത്ത്, സിമ്പിൾ. 1 റക്അത്ത് നിസ്കരിച്ച് പോയിക്കോളി. തറാവി തന്നെയാണ്. നിയത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നിയത്തൊന്നുമില്ല. കാരണം ഇതൊക്കെ പാട് ചക്കക്കൂട്ടാനാണല്ലോ. ചക്കക്കൂട്ടാൻ എന്ത് നിയത്ത് വെക്കാനാ? നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിയത്ത് വെക്കണമെന്ന് ആവശ്യമില്ല. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് നിയത്ത് വെച്ചാൽ മതി. ഏത്? ഖിയാമുൽ ലൈൽ 1 റക്അത്ത്, സിംഗിൾ, ഓൺലി 1, ഏക്. അപ്പോൾ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി രാത്രി നമസ്കാരത്തെ അവസാനിപ്പിക്കലാണ്. അതുകൊണ്ട് സ്വലാത്തുൽ ലൈലിന് അല്ലെങ്കിൽ തഹജ്ജുദിന് വിത്ർ നമസ്കാരം എന്നും പറയാവുന്നതാണ്. ഒറ്റയാക്കുന്ന ആ പ്രത്യേക എണ്ണത്തെയും നമുക്ക് വിത്ർ എന്ന് പറയാവുന്നതാണ്. രണ്ടിനും വിരോധമില്ല എന്നർത്ഥം. മൊത്തത്തിൽ ആ നമസ്കാരത്തെ വിത്ർ നമസ്കാരം എന്ന് പറയാം. നേരത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും എല്ലാം പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ആ ഒറ്റയാക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത അവസാനത്തെ 1, 3, 5 തുടങ്ങിയ റക്അത്തുകളെയും വിത്ർ നമസ്കാരം എന്ന് പറയാവുന്നതാകുന്നു. ഒരു ഹദീസ് കൂടി വിഷയത്തിൽ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് വിത്ർ നമസ്കാരം എന്ന് പേര് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅല റജുലുൻ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിൻബർ. അല്ലാഹുവിന്റെ റസൂൽ മിൻബറിലായിരിക്കെ ഒരു വ്യക്തി പ്രവാചകനോട് ചോദിച്ചു, മാ തറാ ഫീ സ്വലാത്തിൽ ലൈൽ. സ്വലാത്തുൽ ലൈലിനെ കുറിച്ച് എന്താണ് നബി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? രാത്രി നമസ്കാരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചോദിക്കുന്നത് എങ്ങനെയാണ് രാത്രി നമസ്കരിക്കേണ്ടത് എന്നാണ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ന ഈരണ്ടായി നീ നമസ്കരിച്ചോളൂ. ഫഇദാ ഖശിയ സുബ്ഹ നീ ഭയപ്പെടുകയാണെങ്കിൽ സ്വല്ല വാഹിദ, 1 റക്അത്ത് കൊണ്ട് നീ അതിനെ വിത്റാക്കിക്കോ. ഫഔതറത് ലഹു മാ സ്വല്ല, എത്രയാണോ നീ നമസ്കരിച്ചത് അത് ഇതിനെ ഒറ്റയാക്കും. 8ഉം 3ഉം എണ്ണം പോയി വിത്റായി മാറിയതെങ്ങിനെ? 8ഉം 3ഉം 8ഉം 3ഉം റമളാനിൽ എങ്ങനെ വന്നതെന്ന് മൗലവി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 പിന്നെയൊന്നും അതാണ് വിത്ർ. 2 പിന്നെയൊന്നും അതാണ് വിത്ർ. 8ഉം 3ഉം വിത്റല്ല, 8 തറാവിയുമല്ല, 8ഉം 3ഉം വിത്റല്ല. 3 ആണെങ്കിൽ വിത്റാണ്, 8 ആണെങ്കിൽ പിന്നെന്താണ്? പിന്നെ 8 ആണെങ്കിൽ പിന്നെന്താണ്? പിന്നെ 8 എന്തിനാ വേറെ പറയുന്നത്? അപ്പോൾ മസ്ന ഈരണ്ടായി നീ രാത്രിയിൽ നമസ്കരിച്ചോ. ഫജ്റാകുമെന്നോ സുബൈയാകുമെന്ന് ഭയപ്പെട്ടാൽ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി സുബൈയുടെ മുമ്പ് തന്നെ ഇത് നിർവഹിക്കേണ്ടതാണ്, വീട്ടേണ്ടതാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് സുബൈയാകുമെന്ന് ഭയപ്പെടുമ്പോൾ നീ ഈരണ്ടായിട്ടാണല്ലോ നമസ്കരിച്ചു വന്നത്, പക്ഷേ ഒറ്റയാക്കണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? സ്വല്ല വാഹിദ, 1 റക്അത്ത് നമസ്കരിക്കുക. ഫഔതറത് ലഹു മാ സ്വല്ല, നേരത്തെ ഇരട്ടയായി നമസ്കരിച്ചതിനെ ഈ 1 റക്അത്ത് ഒറ്റയാക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇതേ റിവായത്തിൽ തന്നെ വഇന്നഹു കാന യഖൂൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തികും ബിത്റാ, രാത്രിയിലെ നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ ഒറ്റയിൽ അവസാനിപ്പിക്കണം. ഫഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഹി, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തെ ഒറ്റയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ രാത്രി നമസ്കാരത്തെ ഒറ്റയിലാണ് അവസാനിപ്പിക്കേണ്ടത്. അത് 1 അല്ലെങ്കിൽ 3, 5 കൊണ്ടൊക്കെ ഒറ്റയാക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ദർസിൽ എങ്ങനെയൊക്കെ വിത്ർ നമസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. വിത്ർ നമസ്കാരം ഏതെല്ലാം രൂപത്തിൽ നിർവഹിക്കാം എന്നതിനെ സംബന്ധിച്ച് വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദർസ് എല്ലാ ആളുകളും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. വേണ്ട മൗലവി, പുന്നാര മൗലവി, നിങ്ങളെ ക്ലാസ് വേണ്ട. ഈ ആദ്യ ക്ലാസ് ആണെങ്കിൽ ഉള്ള കുഞ്ഞാടുകളൊക്കെ ഒലിച്ചിറങ്ങിപ്പോവും. ഇനി നിങ്ങൾ ക്ലാസ് എടുക്കരുതേ, ദയവ് ചെയ്ത്. ഈ ആദ്യ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങളെ ബാക്കിലുള്ളവരൊക്കെ എന്ത് അന്തംഗമ്മികളായിരിക്കും നിങ്ങളെ കേട്ടിരിക്കുന്നവരെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ വിത്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേക നമസ്കാരമല്ല, മറിച്ച് ഖിയാമുൽ ലൈൽ നമസ്കാരം തന്നെയാണ്. അത് തഹജ്ജുദ് തന്നെയാണ്. എന്നാൽ ഒറ്റയിലാണ് അത് അവസാനിപ്പിക്കേണ്ടത്. ആ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന എണ്ണത്തിന് വിത്ർ എന്ന് പറയുന്നത് കൊണ്ടും അതേപോലെ തന്നെ ആ നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും അതിന് വിത്ർ നമസ്കാരം എന്ന് കൂടി പേര് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ഒരാൾ സുദീർഘമായി നമസ്കരിക്കാതെ ഒരു റക്അത്ത് മാത്രം നിർവഹിച്ചു, അല്ലെങ്കിൽ 3 റക്അത്ത് മാത്രം രാത്രിയിൽ നമസ്കരിച്ചു എങ്കിൽ നാം പറയും അയാൾ വിത്ർ നമസ്കരിച്ചിരിക്കുന്നു. കാരണം സുദീർഘമായി നമസ്കരിക്കാതെ ഈ ചുരുങ്ങിയ ആയത്തുകൾ ഓതിക്കൊണ്ടുള്ള ആ ചെറിയ രൂപത്തിലുള്ള നമസ്കാരത്തിന് വിത്ർ നമസ്കരിച്ചു എന്ന് നമ്മൾ പറയും. എന്നാൽ രാത്രിയിൽ ഉടനീളം നമസ്കരിച്ചാലും അതിനെ ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നതിനാൽ അതിനും വിത്ർ എന്ന് പറയും. അതുകൊണ്ട് വേറെ ഒരു നമസ്കാരമാണെന്ന് വിചാരിക്കരുത്. രാത്രിയുടെ നമസ്കാരം തന്നെയാണ് വിത്ർ നമസ്കാരം. അൽഹംദുലില്ലാഹ്, 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 സുമ്മ അൽഹംദുലില്ലാഹ്. തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തറാവി വേറെ, ഫിത്ർ വേറെ, തഹജ്ജുദ് വേറെ എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഇനി മറ്റൊരു പേരാണ് തറാവീഹ് നമസ്കാരം. അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു പേരാണ് ഖിയാമു റമദാൻ. കാരണം ഹദീസുകളിൽ ഖിയാമു റമദാൻ എന്നേ വന്നിട്ടുള്ളൂ. തറാവി എന്ന് ഹദീസ് വന്നിട്ടില്ല. പിന്നെ വന്നെന്താ ഖിയാമു റമദാൻ? അല്ല, ഇനിയിപ്പോൾ തറാവി എന്തിനാ വരുന്നത്? തറാവി അല്ലല്ലോ. പിന്നെ വിത്ർ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഖിയാമു റമദാൻ എന്തിനാ വരുന്നത്? വിത്ർ ഉണ്ടല്ലോ. ഇനി വേറൊരു പേരെന്തിനാ ഇപ്പോൾ ഇവിടെ റമദാൻ നിസ്കരിക്കുന്നുണ്ടോ? നമുക്ക് സുപരിചിതമായ ഹദീസാണ് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ. അപ്പോൾ ഖിയാമു ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിൽ ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്ന ആ നിലക്കുള്ള പേരും അതിനുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ആ നമസ്കാരത്തിന് പറയുന്ന പേര് തന്നെയാണ് തറാവീഹ്. അപ്പോൾ തറാവീഹ് നമസ്കാരം എന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഖിയാമു റമദാൻ എന്നോ ഖിയാമു ലൈൽ എന്നോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നൽകപ്പെട്ട പേരാണ് തറാവീഹ്. അതിനുള്ള തെളിവ് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി മിനൽ ലൈലി ഫീ ഹുജ്റതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇത്തികാഫ് ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകന് പ്രത്യേകമായി കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, ഒരു അറയിൽ, ഒരു ടെന്റിൽ, അവിടെ വെച്ചാണ് റസൂലുള്ള രാത്രി നമസ്കരിച്ചിരുന്നത്. നോക്കൂ, യുസല്ലി മിനൽ ലൈൽ, രാത്രിയിൽ നമസ്കരിച്ചിരുന്നത് ആ ഒരു റൂമിലായിരുന്നു. വജിദാറുൽ ഹുജ്റത്തി ഖസീറുൻ, പക്ഷേ അതിനു വേണ്ടി കെട്ടിയിട്ടുള്ള ആ ഒരു കർട്ടൻ അത് വളരെ നേരിയതായതുകൊണ്ട് ഫഅന്നാസു ഷഖ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അതിന്റെ ചുമര് ചെറുതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് സഹാബികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് ഈ ജനങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ. ഇവിടെ മറ നേരിയതായതുകൊണ്ടും അതിൻ്റെ ഉയരം താഴ്ന്നതുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് ജനങ്ങൾ കണ്ട്, അതായത് സാബത്ത് കണ്ടിട്ട് പിന്നിൽ കൂടി. നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ റമദാനിലും അല്ലാത്തപ്പോഴും അല്ലാത്തപ്പോഴുള്ള നിസ്കാരമല്ലേ? അപ്പം എന്താ അത് സാബത്ത് കണ്ടില്ലേ? 11 റക്അത്തിൽ കൂടിയിട്ടില്ല എന്നുണ്ടല്ലോ, ആ നിസ്കാരം അവർ കണ്ടില്ലേ? റമദാനിലും അല്ലാത്തപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിൽ കൂട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് പ്രകാരം എന്താവണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആ അങ്ങോട്ട് എല്ലാം പാടെ മൊത്തം അന്ന് തുടങ്ങിയല്ലോ. ഏത് തഹജ്ജുദും വന്നു തുടങ്ങി, വിത്റും വന്നു തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം സാധ്യത ഉണ്ട് അതിന് മുമ്പൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ എല്ലാ ഹദീസും അല്ലെങ്കിൽ എല്ലാ ഈ പറഞ്ഞ നിസ്കാരങ്ങളൊക്കെ അന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പും. അപ്പം ചോദ്യങ്ങളൊക്കെ അവിടെ അപ്പോഴാണല്ലോ വരിക. ഏത് 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടു എന്നും പറയുന്നുണ്ട്. ഏത് നോക്കണം, ഇന്നോടത്തെ പോയിന്റ്. അപ്പം ഈ മറകെട്ടി നിസ്കരിക്കാൻ നിന്നപ്പോൾ മാത്രമാണോ ഈ സാബത്ത് കണ്ടത്? അതെന്താ ഇവിടെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടായിട്ടാണോ? അതോ അതിന് മുമ്പ് നിസ്കരിച്ചിട്ടില്ലേ? നിങ്ങൾ പറയണം. നിങ്ങളാണ് പറയേണ്ടത്. കാരണം നിങ്ങളാണ് വാശി പിടിക്കുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം പ്രവാചകന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ റൂമിൽ നമസ്കരിക്കുന്നു, അഥവാ പള്ളിയിൽ തന്നെ പ്രത്യേകം കെട്ടിയ ടെന്റിൽ നമസ്കരിക്കുന്നു. സഹാബികൾ പിറകിൽ നിന്ന് നമസ്കരിച്ചു. അങ്ങനെ അത് പിറ്റേ ദിവസം വലിയ ഒരു സംസാരമായി അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരവും ആളുകൾ കൂടെ കൂടിയതും. അങ്ങനെ ജനങ്ങൾ 2-3 രാത്രിയിൽ ഇതേപോലെ നമസ്കരിച്ചു. എന്നാൽ 4ാമത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചില്ല. ഫലം യഖ്റുജ് ഫലമ്മ അസ്ബഹ ദകറ ദാലിക അന്നാസ് ഫഖാല ഇന്നി ഖശീതു അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ. പ്രവാചകൻ പിന്നീട് നമസ്കരിക്കാൻ വന്നില്ല. കാരണം ആളുകളുടെ എണ്ണം പള്ളിയിൽ വർദ്ധിച്ചു. റസൂലുള്ളാഹി ഭയപ്പെട്ടു, ഇത് ജനങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കുമോ, ജനങ്ങളുടെ ഈ ആവേശവും മറ്റും കണ്ട് അല്ലാഹു നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ നമസ്കാരം തൽക്കാലം ജനങ്ങൾ കാണാത്ത രൂപത്തിലാക്കി. അപ്പോൾ അവിടെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ എന്നാണ്, രാത്രി നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. ഇനി അത് റമദാൻ നമസ്കാരമായിരുന്നു, തറാവീഹ് ആയിരുന്നു എന്നതിന്റെ തെളിവെന്താണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കൂടി കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നി ഖശീതു അൻ തുഫറദ അലൈക്കും എന്ന് പറഞ്ഞത് സ്വലാത്തുൽ ലൈൽ നിങ്ങൾക്ക് നിർബന്ധമാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് വദാലിക ഫീ റമദാൻ, അത് റമദാനിലായിരുന്നു. അപ്പോൾ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ച നമസ്കാരം ഏത് തന്നെയാണ്? സ്വലാത്തുൽ ലൈൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ. സ്വലാത്തുൽ ലൈൽ നിങ്ങൾക്ക് നിർബന്ധമാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് എപ്പോഴാണ് പറഞ്ഞത്? ഫീ റമദാൻ, അത് റമദാനിലുള്ള നമസ്കാരം തന്നെയാണ്. അത് വേറൊരു നമസ്കാരമല്ല. സ്വലാത്തുൽ ലൈൽ റമദാനിൽ നിർവഹിച്ചപ്പോൾ ഖിയാമു റമദാൻ എന്ന് പറയാമെന്നല്ലാതെ അത് വേറെ തന്നെ ഒരു പ്രത്യേകം റമദാനിലുള്ള നമസ്കാരമല്ല എന്നാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആർക്ക് മനസ്സിലാക്കി തരുന്നത്? നിങ്ങൾക്ക് മാത്രം. നിങ്ങൾക്കും നിങ്ങളുടെ പുരോഹിതന്മാർക്കും മാത്രം മനസ്സിലാക്കി തരുന്നത്. കാരണം നിങ്ങളുടെ വികലമായ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന, നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിയ ഈ ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ പറഞ്ഞതിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ മനസ്സിലായാലും മനസ്സിലാവരുത്,
ഇതാകെ കുടുങ്ങിപ്പോവും. എത്ര കാലായി. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. തറാവീഹ് എന്നത് റമദാനിൽ നിർവഹിക്കപ്പെടുന്ന ഖിയാം റമദാൻ അല്ലെങ്കിൽ തറാവീഹ് വേറൊരു നമസ്കാരമാണോ? അല്ല, അദ്ദേഹം പറയുകയാണ് വത്തറാവീഹു ജംഉ തർവീഹത്തിൻ. തറാവീഹ് എന്ന് പറഞ്ഞാൽ തർവീഹത്തിന്റെ ജംആണ്. എന്താണ് തർവീഹത്ത് എന്ന് പറഞ്ഞാൽ വഹിയൽ മർറത്തുൽ വാഹിദത്തു മിനർ റാഹ. റാഹത്തിൽ നിന്ന് വന്നതാണ്. അത് ഒരു വിശ്രമം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. തസ്ലീമത്തിൻ മിന സലാമി, സലാമിൽ നിന്ന് തസ്ലീമത്ത് വന്നതുപോലെ. സുമ്മിയത്തി സ്വലാത്തു ഫിൽ ജമാഅത്തി ഫി ലയാലി റമദാൻ. റമദാനിലെ രാത്രിയിലുള്ള ഈ ജമാഅത്ത് നമസ്കാരത്തിന് തറാവീഹ് എന്ന പേര് ലഭിച്ചത് ഇത് വേറെ എന്തോ ഒരു പുതിയ നമസ്കാരമായതുകൊണ്ടല്ല. പിന്നെയോ ലിഅന്നഹും അവ്വല മജ്തമഉ അലൈഹാ കാനൂ യസ്തരീഹൂന ബൈന കുല്ലി തസ്ലീമതൈൻ. ഓരോ 2 റക്അത്തുകൾക്കിടയിലും അവർ വിശ്രമിച്ചിരുന്നു. എന്നിട്ടായിരുന്നു അടുത്ത 2 റക്അത്ത് നമസ്കരിച്ചിരുന്നത്. അപ്പോൾ 2 റക്അത്ത് നമസ്കാരത്തിനിടയിൽ അവർ വിശ്രമിച്ചതുകൊണ്ട്, അങ്ങനെ വിശ്രമിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ള നിലക്ക് പിൽക്കാലഘട്ടക്കാർ അതിന് കൊടുത്തൊരു പേരാണ് തറാവീഹ്. സത്യത്തിൽ അത് റമദാനിൽ അവർ ജമാഅത്തായി നിർവഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 ദിവസം ചെയ്തതുപോലെ. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളെ സംഘടിപ്പിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം നിങ്ങൾ മുണ്ടിപ്പോരുത്. അത് നിങ്ങൾക്ക് പറ്റൂല. അവിടെ ജമാഅത്ത് തുടർന്നതും അത് അവിടെ 20 റക്അത്ത് നിസ്കരിച്ചതൊന്നും നിങ്ങൾക്ക് പറ്റൂല. അത് നിങ്ങൾ മിണ്ടരുത്. അത് നിങ്ങൾക്ക് പറ്റൂല. അതെങ്ങനെ നിങ്ങൾ പറയല്? അതൊന്ന് തെളിവാക്കി എടുക്കരുത്. ഇവിടെ തറാവീ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ ഹദീസിലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ മൗലവി ഇതാ ഇപ്പോൾ ഹദീസ് ഓതിയിട്ട് തറാവീനെ വിശദീകരിക്കുന്നത്. എന്താണ് വരാൻ കാരണം, എന്തുകൊണ്ടാണ് തറാവി എന്ന് പറയാൻ കാരണം, അത് എന്തിനാണെന്നറിയോ? തറാവി എന്ന സംഭവം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വിശദീകരണം. അത് തറാവി എന്നൊരു സെപ്പറേറ്റ് നിസ്കാരം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹദീസ് കണ്ടുപിടിച്ചിട്ട് ആ ഹദീസ് എന്തുകൊണ്ടാണ് തറാവി എന്ന് പറഞ്ഞത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം? ആ പേര് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു തറാവില്ല. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഇങ്ങനെ വിശ്രമിച്ച് നിസ്കരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വിശ്രമിച്ച് നിസ്കരിക്കുന്നതായതുകൊണ്ട് അവിടുന്ന് അന്നത്തെ ജനങ്ങൾ അത് പറഞ്ഞതാണ്. അതിന് മുമ്പ് പറഞ്ഞ ഹദീസിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. തറാവി എന്ന് പറഞ്ഞ പേര് ഹദീസിൽ വന്നിട്ടില്ല. ഇത് ഹദീസല്ല. എങ്ങനെയുണ്ട്? വൈരുദ്ധ്യങ്ങളുടെ പേരാണോ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്? അത് ജമാഅത്തായി പള്ളിയിൽ നിർവഹിച്ചതുപോലെ അവർ ജമാഅത്തായി റമദാനിൽ പള്ളിയിൽ വെച്ച് രാത്രി നമസ്കാരം നിർവഹിച്ചു. അത് റമദാനിലെ രാത്രി ആയതുകൊണ്ട് ഖിയാമു റമദാൻ എന്ന് പറയാം. അത് ലൈലത്തുൽ ഖദ്റിലെ രാത്രിയിലാണെങ്കിൽ ഖിയാമു ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാം. അപ്പോൾ ആ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പേര് മാറുന്നു എന്നല്ലാതെ ഒന്നും വേറെ നമസ്കാരമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം നൽകിയ ഹെഡിംഗ് തന്നെ, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നൽകിയ ഹെഡിംഗ് തന്നെ ബാബു തർഗീബ് ഫി ഖിയാമി റമദാൻ വഹുവ തറാവീഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖിയാമു റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തറാവീഹാണ്. അതുപോലെ കാരണം ഹദീസുകളിൽ ഖിയാമു റമദാൻ എന്നേ വന്നിട്ടുള്ളൂ. ഇവിടെ എന്തിനാണെന്ന് ആവർത്തിച്ചിട്ട് എന്നറിയോ? ഇതിന് മുമ്പ് പറഞ്ഞതാണ്. ഹദീസുകളിൽ ഖിയാമു റമദാൻ എന്നേ വന്നിട്ടുള്ളൂ, തറാവീന്ന് വന്നിട്ടില്ല. തറാവീന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ തറാവി എന്ന നിസ്കാരം ഇല്ല എന്ന് പറയാൻ വേണ്ടി, അതിനെ താത്തിക്കെട്ടാൻ വേണ്ടി മുമ്പ് പറഞ്ഞൊരു വാക്കാണത്. സംഭവം ഒരുപാട് ഹദീസുകളിലൊക്കെ തറാവീനൊക്കെ തറാവിൻ്റെ ബാബൻ ഉണ്ടെന്ന് ഇയാളെന്നെ പറയുന്നുണ്ട്. പിന്നെ ഹദീസുകളിൽ തറാവി വന്നിട്ടില്ല എന്നുള്ളൊരു വർത്താനം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടതാണ്. വേറൊരു നമസ്കാരമല്ല ഖിയാമു റമദാനാണ്. ഖിയാമു റമദാൻ എന്ത് തന്നെയാണ് സ്വലാത്തുൽ ലൈലാണ് എന്ന് നേരത്തെ കണ്ട ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കി. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അതിന്റെ ബാബ് വിശദീകരിക്കുന്നിടത്ത് വൽ മുറാദു ബി ഖിയാമി റമദാൻ സ്വലാത്തു തറാവീഹ്. ഖിയാമു റമദാൻ എന്നതുകൊണ്ടുള്ള മുറാദ് തറാവീഹാണ്. അപ്പോൾ ഓരോ 2 റക്അത്തിനിടയിലും വിശ്രമിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു നമസ്കാരം എന്നുള്ള നിലക്കാണ് അവർ അതിന് പേര് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസ് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അബീ സലമത ബിൻ അബ്ദുറഹ്മാൻ അന്നഹു സഅല ആയിഷ റളിയല്ലാഹു തആല അൻഹ കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ്. ആർക്കെങ്കിലും ചിരി വരുന്നുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞേക്ക്, കാര്യമാക്കണ്ട. നിങ്ങൾ കേട്ടില്ലേ കൂട്ടരെ, എന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഈ ഒരു നിസ്കാരത്തെ ചൊല്ലിയിട്ട് എത്ര നോണയാണ് ഇവർക്ക് പറയേണ്ടി വരുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെയല്ലല്ലോ മൗലവി വരുന്നത്. 4 റക്അത്തിലാണല്ലോ വിശ്രമം വരുന്നത്. അതായത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 4ാമത്തെ റക്അത്ത് ആകുമ്പോഴാണ് വിശ്രമം വരുന്നത്. എന്തായി? തറാവിക്ക് പ്രത്യേകിച്ച് ഒരു ഹദീസായി പോരെ? തഹജ്ജുദിന് ഹദീസായി, വിത്തറിന് വേറെ ഹദീസായി, തറാവിക്ക് വേറെ ഹദീസായി. അതിന് വേറെ കിതാബ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് വേറെ ബാബ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലായി? ഖിയാമു റമദാൻ എന്നുള്ളത് തറാവി തന്നെയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ചോദ്യകർത്താവ് വിചാരിക്കുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹു വിചാരിച്ചതായിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു ഹദീസൊന്നുമില്ല. അത് ഇയാളെ കെട്ടിണ്ടാക്കിയതാണ്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് തിരുത്തി കൊടുക്കണം റമദാനിലല്ലാത്തപ്പോൾ. അത് ഇയാൾ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ വാക്കുകളുണ്ടാവും, അതിൻ്റെ ഓരോ വേർഡുകളുണ്ടാവും, ലഫ്ലുകളുണ്ടാവും. അറഫായിട്ട് ഇവിടെ വിശദീകരിക്കണം. അല്ലെ വെറുതെ അങ്ങനെയാണ് പറയുന്നേ, തള്ളിവിടെ എന്തോ തള്ളുന്ന് പറയും. അതെ, ആ ഉത്തരത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൈക്കോല് മൊത്തം ഊരിപ്പോരുന്നുണ്ടെന്ന് മനസ്സിലായി. അതെ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ദേശിക്കുകയാണ്. അത് നിങ്ങൾക്ക് വഴി ലഭിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ദേശിച്ചു എന്നുള്ളത്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ? കൊള്ളാലോ. അത് നോട്ട് ദ പോയിന്റ്, നേരത്തെ നോട്ട് ദ പോയിന്റ് പറഞ്ഞു. അത് ആ നോട്ട് ദ പോയിന്റ് ഇവിടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. 11 റക്അത്തിൽ അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ വിത്തറിന് ഓതിയ ഹദീസിൽ എന്താ പറഞ്ഞത്? 13 റക്അത്ത് നിസ്കരിച്ചു. എന്തിനാ പ്രാമാണിക പിമ്പലം? ഇതുപോലെ ഈ കണ്ട വിശദമായിട്ടുള്ള നിങ്ങളെ ക്ലാസ് ഒരു കഷ്ണം ഞാൻ അതിൽ വിട്ടിട്ടില്ല. എല്ലാം മണിയായിട്ട് അതുപോലെ അറഫായിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വേറെ ഒറിജിനൽ എടുത്ത് കാട്ടുക. ഇനിയിപ്പോൾ കട്ട് അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ തന്നെ പ്രസംഗം ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞ തെളിവ് വെച്ചിട്ട് തന്നെ ഇത് സ്ഥിരീകരിക്കുന്നത്. എല്ലാം വേറെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോൾ ആരും പൊട്ടനാക്കാൻ ശ്രമിക്കണ്ട.
സുഹൃത്തുക്കളെ, ഇനി നമ്മളെ ഹിക്കിമിയാണ് വരാൻ പോകുന്നത്. ഹിക്കിമിക്ക് എന്തോ മുമ്പ് പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി ബാക്കി ഇനി കണ്ടിന്യൂ ആയിട്ട് പക്ഷേ അതിനെ ഒന്ന് പൂർണ്ണമായിട്ട് പറയേണ്ടതാണ്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ താല്പര്യമുള്ളവർ കാണാം. നമ്മളെ നജീബ് മൗലവിൻ്റെ ഈ ഹിക്കിമി കളവാണെന്ന് പറയപ്പെട്ട ആ പ്രസംഗം പൂർണ്ണമായിട്ട് വെക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ കാണാം, എല്ലാത്തും നമ്മൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. പക്ഷേ ഏതായാലും നമുക്ക് ഈ ഹിക്കിമി ഒന്ന് എന്താ പറയുന്നത് കേൾക്കാം. അതൊന്ന് സബൂറായിട്ട് നിങ്ങൾ കേൾക്കി ആടോ ഇൻഷാ അല്ലാഹ്. 20 തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ പരിശ്രമിക്കുന്നത് എന്നത് ആ വീഡിയോ കണ്ടപ്പോൾ ഒന്നുകൂടി ബോധ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വീഡിയോ കണ്ടപ്പോൾ ബോധ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് ആ വീഡിയോ മുഴുവൻ ഒന്ന് കാണേണ്ട മൗലവി. കട്ട് ചെയ്തിട്ടല്ലേ നിങ്ങളിങ്ങനെ കയറ്റിയത്? എത്ര കട്ടിങ്ങാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആ വീഡിയോ മൊത്തം ഞാൻ ഇതിലിട്ട് തരാം, അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ടുതരാം. അതൊന്ന് കേൾക്കി കേട്ടോ, എന്നിട്ട് വിലയിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൻകാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ. എങ്ങനെ ഒരു മിനിറ്റ്. മൻകാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. എന്തിനാ മൗലവി റമദാന ഈമാനൻ? അവിടെ എന്താ ഇത് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം പൊതുവെ ഉള്ളതാണല്ലോ, നിങ്ങൾ സമ്മതിച്ചാണല്ലോ അല്ലേ? ആ ഉണ്ട്, നിങ്ങൾ സമ്മതിച്ചിന്. ഇത് തറാവിയല്ല, ഇത് വിത്രാണോ വിത്രല്ല, വിത്രാണോ വെച്ചാൽ ആണ്, അല്ലേ വെച്ചാൽ അല്ല, താജുദാണോ വെച്ചാൽ അതുമാണ്, ഖിയാമുല്ലയിലാണോ അതുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഇപ്പോൾ ഈ റമദാൻ വരുന്ന അവിടെ? അത് മൊത്തത്തിലൊരു പൊതുവെയുള്ള നിസ്കാരത്തിൻ്റെ ഒരു ഹദീസ് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുണ്യം പറയുമ്പം അതിപ്പം എല്ലാ അമലിനും റമദാനിൽ പുണ്യമുണ്ട് എന്നില്ലേ പ്രത്യേകിച്ച് അറിയാം. ഈ ഒരു നിസ്കാരത്തിന് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിന്റെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പാലുശ്ശേരി പറഞ്ഞു കേട്ടില്ലേ, വിത്തറിനെ പ്രത്യേകിച്ച് ഒരു ഹദീസാക്കിയിട്ട് അതിനെ 5ഉം 3ഉം 1 നിസ്കരിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ പുണ്യങ്ങളും പറഞ്ഞിട്ട് അതിന് പുറമെ ഇപ്പോൾ നിങ്ങൾ തറാവിക്ക് വേറൊരു ഹദീസും അതിൻ്റെ പുണ്യങ്ങളും പറഞ്ഞിട്ട് അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മൊത്തം ഒരേ നിസ്കാരമാണെങ്കിൽ പിന്നെ ഒരൊറ്റ ഹദീസ് പറഞ്ഞാൽ വരെ എവിടെയെങ്കിലും അതിനിപ്പോൾ റമദാനിൽ പുണ്യം. അപ്പോൾ എന്താ ഈ റമദാൻ അല്ലാത്ത സമയത്ത് ഈ വിത്ർ അല്ലെങ്കിൽ നിങ്ങൾ താജുദ് അല്ലെങ്കിൽ ഖിയാമുൽ എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ റമദാൻ അല്ലാത്ത കാലത്ത് നിസ്കരിച്ചാൽ പുണ്യമല്ല എന്നാണോ, അതോ അതിൻ്റെ പുണ്യം കുറവ് എന്നാണോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഈ റമദാനിൽ പ്രത്യേകിച്ചുള്ള പുണ്യം മാത്രമേ ഉള്ളൂ, അതോ അതിന് വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രത്യേകത എന്ന് വെച്ചാൽ മീൻസ് ഈ ഇപ്പോൾ തറാവി അല്ല നിങ്ങൾ പറഞ്ഞു, ഓക്കെ. വിത്ര ആണോ എന്ന് വെച്ചാൽ വിത്ര ഒറ്റ അവസാനിപ്പിക്കുന്നതുകൊണ്ട് വിത്ര എന്നും പറയുന്നുണ്ട്. രാത്രി നിസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുല്ലയിലാന്ന് പറയുന്നുണ്ട്. ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്നതുകൊണ്ട് താജുദ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുണ്യം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മാത്രമേ ഈ പാവം പുറത്തു തരുള്ളൂ, അല്ലാത്ത കാലങ്ങളിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ പാവം പുറത്തു തരൂലേ? അത്രയും ശ്രേഷ്ഠമായ രാത്രി നിസ്കാരം, ആ രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം പഠിപ്പിച്ചത് പ്രവാചകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തിന് അതിൻ്റെ എണ്ണത്തെയും വണ്ണത്തെയും കുറിച്ച് കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഇപ്പോൾ ഈ ഒരാൾ നീയത്തിനെ കുറിച്ച് ഒരാൾ സംശയം ചോദിച്ചപ്പോൾ, നമ്മുടെ ബാൽശ്ശേരിനോട് സംശയം ചോദിച്ചപ്പം ആ ഉരുണ്ട് മറിയുന്നുണ്ട്, മറിഞ്ഞൊരു മറുപടി. അപ്പം തറാവി ആണെങ്കിൽ ഇപ്പോൾ ആ പള്ളിയിൽ എത്ര നിസ്കരിക്കണം അതിന് നീയത്ത് വെക്കുക എന്ന് പറഞ്ഞു. പള്ളിയിൽ എത്ര നിസ്കരിക്കുന്നത് ചിലപ്പം 8 ആണോ 11 ആണോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ നീയത്ത് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അതിൽ കൂടുതൽ എങ്ങനെ വരുന്നതെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ മനസ്സിലാകുന്നില്ല. ആ ഏത് പള്ളിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. 11 കൂടുതൽ തറാവി നിസ്കരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വാശിയിലാണല്ലോ, 11 തന്നെയാണ് എന്നില്ല ഒരു വാശിയിലാണല്ലോ. അതിൽ 8 കൂടുതൽ പ്രവാചകൻ നിസ്കരിച്ചിട്ടില്ല, അതിനുള്ള തെളിവും നോക്കില്ല. പിന്നെ എങ്ങനെ അതിൽ കൂടുതലുള്ളതിന് നീയത്ത് വെക്കുക എന്നുള്ള ഒരു സംശയം ഇവിടെ വരുന്നുണ്ട്. ഒന്ന് കേട്ടോ നമുക്ക്. രാത്രി നമസ്കാരത്തിന് എന്താ നീയത്ത് വെക്കേണ്ടത്? നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നീയത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാമിന്റെ കൂടെ തറാവി നമസ്കരിക്കുന്നു, എത്ര റക്അത്താണ് ആ പള്ളിയിലെ നമസ്കാരം നമുക്കറിയാം. 11 ആണെങ്കിൽ അങ്ങനെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ. ഏത് 11 ആണെങ്കിൽ അങ്ങനെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ. എങ്ങനെ? നമ്മുടെ മനസ്സിൽ എത്രയാണോ തറാവീഹ്, ആ തറാവീഹ് ഇത്ര റക്അത്ത് വിത്റിന്റെ കൂടെ ഞാൻ നമസ്കരിക്കും. അപ്പം എങ്ങനെ വിത്റിന്റെ കൂടെ തറാവീഹ് എങ്ങനെ? അപ്പോൾ തറാവീഹ് വേറെയായി, വിത്ർ വേറെയായി. അത് മനസ്സിലുണ്ടായാൽ മതി. ഇനി ഒരാൾ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചതിന് ശേഷം ഞാൻ പിന്നീട് വീണ്ടും എഴുന്നേറ്റ് നമസ്കരിച്ചിട്ട് ഇരട്ടയാക്കുന്നു, അതേതാ വേറൊരു ഇരട്ട? അത് മനസ്സിലായില്ല. അത് നിസ്കരിച്ച് ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരട്ടെ. അപ്പോൾ ഈ തറാവി തന്നെ ഞങ്ങൾ ഇരട്ടയായിട്ട് നിസ്കരിക്കില്ല, ഞങ്ങൾ ഒറ്റയായിട്ട് നിസ്കരിക്കില്ല. ഞങ്ങൾ ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് വിത്റാണ്. ഇരട്ടയായിട്ട് എല്ലാ വിത്രാണെങ്കിൽ തന്നെ ഇരട്ടയായിട്ട് നിസ്കരിച്ച് പിന്നെ ഒറ്റയായിട്ട് എല്ലാ അവസാനം 1 നിസ്കരിക്കലാണ്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി 5, 7, 9 എന്നൊക്കെ പറഞ്ഞാൽ കണക്കല്ലേ. അതേപോലെയാണ് വിത്ർ ഞങ്ങൾ നിസ്കരിക്കൽ. ഈ തറാവി പിന്നെ ഞങ്ങൾ 20 ആണെങ്കിൽ ഇരട്ടയായിട്ടാണ് നിസ്കരിക്കൽ. നിങ്ങൾ പറഞ്ഞ 8 ആണെങ്കിൽ ഇരട്ടയായിട്ട് നിസ്കരിക്കുക. പിന്നെ ഒരു ഇരട്ടയാക്കൽ എങ്ങനെ? അപ്പോൾ 8 to 16 എങ്ങനെയാണ്? എന്താ മനസ്സിലായില്ല. മനസ്സിൽ നേരത്തെ കരുതുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മനസ്സിൽ അങ്ങനെ കരുതിയാൽ മതി, ഒരു വിരോധമില്ല. എന്നിട്ട് ഇനി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ എന്താണ് നിയത്ത് വെക്കേണ്ടത്? ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ നമുക്കറിയാം അതിന് ഖിയാമുൽ ലൈലാണെങ്കിൽ അതിന് തഹജ്ജുദ് എന്ന് പേര് പറയും. ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാന്നുണ്ടായാൽ മതി. എന്താണ് ബാലുശ്ശേരി ഇങ്ങനെ? ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് തന്നെ തഹജ്ജുദ് എന്ന് പറയാം. പിന്നെ ഖിയാമുൽ ലൈലാണെങ്കിൽ തഹജ്ജുദ് എന്തിനാണ് ഈ ഖിയാമുൽ ലൈലോട് നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ? ഇനി നിങ്ങൾ എത്ര കൊണ്ടാണ് വിത്രാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു റക്അത്ത് കൊണ്ടാണോ, 3 കൊണ്ടാണോ, 5 കൊണ്ടാണോ, 7 കൊണ്ടാണോ, 9 കൊണ്ടാണോ? ആക്കാൻ പറഞ്ഞ എണ്ണം കേട്ടില്ലേ? 1, 3, 5, 7, 9, 11 നമുക്ക് കണ്ടെത്തില്ല. അത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, നമ്മുടെ ഹദീസ് പേടിച്ചിട്ടായിരിക്കും അല്ലേ? റമദാനിലും അല്ലാത്തപ്പോഴും 11 പറഞ്ഞാൽ ഹിദാശർ, അതായിരിക്കും. അല്ലാഹു അലം.
മനസ്സിലതുണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചെയ്തു തുടങ്ങിയതിന് ശേഷമല്ലല്ലോ, അതിന് മുമ്പേ തന്നെ ധാരണ ഉണ്ടാവില്ലേ. ഈ ധാരണ ഉറപ്പിക്കലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കരുതുന്നതിനുമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അതുപോലെ തന്നെ രാത്രി നമസ്കാരം മൊത്തത്തിൽ ഒറ്റ നിയ്യത്താണ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞതൊന്നും രാത്രി നമസ്കാരമില്ലേ? അതേപോലെ തന്നെ രാത്രി നമസ്കാരം മൊത്തത്തിൽ ഒറ്റ നിയ്യത്താണ്. എത്ര റക്അത്താണോ അത് ഇത്ര റക്അത്ത് വിത്തറിൻ്റെ കൂടെ ഒറ്റ നിയ്യത്ത് മതി. ഓരോ 2 റക്അത്തിലും നിയ്യത്ത് മനസ്സിൽ കരുതേണ്ടതില്ല. നമ്മുടെ മനസ്സിലറിയാം ഈ ഒരു നിസ്കാരം ഞാൻ എത്ര റക്അത്താണ് നിർവഹിക്കാൻ പോകുന്നത്, അത് ഓൾറെഡി ഉണ്ടായാൽ മതി. ഓരോ 2 റക്അത്തിലും വേണ്ട. ഇനി വിത്തറിന് വേറെ തന്നെ വേണം എന്നും ഇല്ല. ഇനി വിത്തറിന് വേറെ തന്നെ വേണം എന്നും ഇല്ല. ഇനി വിത്തറിന് വേറെ തന്നെ വേണം എന്നും ഇല്ല. വൈരുദ്ധ്യമേ വൈരുദ്ധ്യമേ നിന്റെ പേരോ വഹാബിസം. വൈരുദ്ധ്യമേ വൈരുദ്ധ്യമേ നിന്റെ പേരോ വഹാബിസം. എങ്ങനെയല്ലേ വൈരുദ്ധ്യമില്ലാക്കുക? കാരണം കറക്റ്റായിട്ട് ഒരു ഹദീസ് ഇതുവരെ ഏതിൻ്റെ കാര്യത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല. 5, 3, 1. ഇപ്പോൾ തറാവിൻ്റെ ഹദീസ് ഓതുമ്പോഴോ 8, 3. എന്താ അവിടെ 8ൻ്റെ കണക്ക്? എന്താണ് അവരുടെ 8ൻ്റെ ഒരു കണക്ക്? എന്താണ്? എന്തുകൊണ്ടാണ് അവിടെ തറാവി പ്രത്യേകിച്ചില്ലെങ്കിൽ 8 ആവില്ലല്ലോ? ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഈ തർക്കത്തിനുള്ള പ്രധാന പ്രശ്നം?